അത്യന്തം വേദനാജനകമായിട്ടുള്ള ഒരു സംഭവമാണ്. യൂണിയൻ ഗവൺമെന്റിന്റെ ബോധ്യം എത്തിയിട്ടുണ്ട്. നമ്മുടെ മുനിസിപ്പൽ ഒരു ദിവസം അങ്ങോട്ട് പോകുന്നുണ്ട്. ബിൽഡിങ്ങിന്റെ മണ്ടയ്ക്കൊന്ന് ചാടി രക്ഷപ്പെട്ട ആളാ ജയശങ്കർ. അദ്ദേഹത്തിന്റെ MOSനെ അങ്ങോട്ട് അയച്ചു കഴിഞ്ഞിരിക്കുന്നു. 50ഓളം ഇന്ത്യക്കാർ മരണപ്പെട്ടു എന്നുള്ള വിവരം അങ്ങേയറ്റം ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളുടെ മുഴുവൻ ഫോക്കസും മരിച്ചവരുടെ മൃതദേഹങ്ങൾ വീട്ടിലേക്ക് എത്തിക്കുക, കുടുംബത്തിന് എത്തിക്കുക എന്നതാണ് നിങ്ങളുടെ പ്രധാന ഇപ്പോഴത്തെ ഫോക്കസ്. നമസ്കാരം. ദുഃഖത്തിന്റെ 24 മണിക്കൂർ. ചാവക്കാട്ടുകാരനായ ബിനോയിയെ കുറിച്ച് പറഞ്ഞു തുടങ്ങണം ഇന്ന് ഈ പ്രൈം ഡിബേറ്റ്. 4 ദിവസം മുൻപാണ് ബിനോയ് കുവൈറ്റിലെത്തിയത് ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷകളുമായി. പണി പൂർത്തിയാകാതെ ഷീറ്റിട്ട് മറക്കേണ്ടി വന്ന വീട് വീണ്ടും പണിതുയർത്താൻ പ്രവാസിയാകേണ്ടി വന്ന ഒരാൾ. 2 ദിവസം മുൻപ് ബിനോയോട് ഓൺലൈനിൽ സംസാരിച്ച ഓർമ്മകളിലാണ് ഇപ്പോഴും വീട്ടുകാർ. കാണാതായി എന്ന വിവരം പരക്കുമ്പോഴും ജീവനോടെ ഉണ്ടാകുമെന്ന വീട്ടുകാരുടെ പ്രതീക്ഷ പക്ഷേ കുറച്ച് സമയം മുൻപ് പൂർണ്ണമായി അവസാനിച്ചു. കുവൈറ്റ് തീപിടുത്തത്തിൽ അവസാനം സ്ഥിരീകരിച്ച പേരുകളിൽ ഒന്ന് ബിനോയിയാണ്. ഇതൊരു പ്രവാസിയുടെ ജീവിതം മാത്രമല്ല. ഇന്നലെ കുവൈറ്റിലെ തീപിടുത്തത്തിൽ കത്തിയമർന്നവർ, വിഷപ്പുകയിൽ പ്രാണനൊടുങ്ങിയവർ, ജീവന് വേണ്ടി 6ാം നിലയിൽ നിന്ന് വരെ മരണത്തിലേക്ക് എടുത്തു ചാടിയവർ, ഇവരൊക്കെ ചെറിയ പ്രതീക്ഷകളുമായി കടൽ കടന്നവരല്ല. പലരും വലിയ കുടുംബങ്ങളുടെ ഏക അത്താണിയായിരുന്നു. മരണനിരക്ക് ഇനിയും ഉയരുമെന്ന ആശങ്ക കുവൈറ്റിനപ്പുറത്തേക്ക് കേരളത്തിന് മുകളിൽ അതീവ ദുഃഖമായി മാറുമ്പോൾ ആഡംബരത്തിനപ്പുറമുള്ള സാധാരണ പ്രവാസികളുടെ ജീവിതങ്ങളിലേക്ക് കൂടി നമ്മൾ തിരിഞ്ഞു നോക്കണമെന്ന് അത് ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുകയാണ്, മുന്നറിയിപ്പ് നൽകുകയാണ്. ലേബർ ക്യാമ്പുകളുടെ സുരക്ഷ നമ്മൾ എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല? എന്തുകൊണ്ട് വിഷമ സാഹചര്യങ്ങളിൽ പോലും താമസിക്കാൻ പ്രവാസി നിർബന്ധിതനാകുന്നു എന്ന് നമ്മൾ മനസ്സറിഞ്ഞ് ചോദിക്കുന്നില്ല? ഈ ചോദ്യങ്ങളെല്ലാം മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഇന്ന് ഈ 1 മണിക്കൂർ ചർച്ചയിലേക്ക് കടക്കുന്നത്. സ്വാഗതം. കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച 22 മലയാളികളെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്. 7 പേർ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. അതുകൊണ്ട് തന്നെ മരണസംഖ്യ ഇനിയും ഉയരുമെന്നുള്ള സൂചനകളുണ്ട്. ദുരന്തത്തിൽ മരിച്ച 49 പേരിൽ 45 പേരും ഇന്ത്യക്കാരാണ്. മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള നടപടികളും ഊർജിതമാക്കിയിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇക്കാര്യത്തിൽ അടിയന്തര ഇടപെടൽ നടത്തുന്നു. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി KV സിംഗ് കുവൈറ്റിലെത്തി. ചികിത്സയിൽ കഴിയുന്നവരെ ആശുപത്രിയിലെത്തി സന്ദർശിച്ചു. കുവൈറ്റ് സർക്കാർ പ്രതിനിധികളുമായി മന്ത്രി ചർച്ച നടത്തി. ഒപ്പം നമ്മുടെ മന്ത്രി വീണ ജോർജും കുവൈറ്റിലേക്ക് തിരിച്ചിട്ടുണ്ട്. വൈകിട്ടോടെ കുവൈറ്റിലെത്തുന്ന മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള കേരള പ്രതിനിധി സംഘം മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള ചർച്ചകൾ ആരംഭിക്കും. പ്രത്യേക വിമാനത്തിൽ ഒന്നിച്ച് മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനാണ് ആലോചന. മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിനായുള്ള DNA പരിശോധനയും നടത്തേണ്ടി വരും. അതേസമയത്ത് ബന്ധുക്കളെ കാണാതെ എന്നുള്ള ആശങ്കയുമായി ഒരുപാട് പേർ നോർക്കയിൽ ബന്ധപ്പെടുകയും ചെയ്യുന്നുണ്ട്. കേരളത്തിന് മലയാളികൾക്ക് മറക്കാനാവാത്ത ദുരന്തമായി കുവൈറ്റ് തീപിടുത്തം മാറുമ്പോൾ ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായത് പത്തനംതിട്ട ജില്ലയ്ക്കാണ്. പത്തനംതിട്ട സ്വദേശികളായ 6 പേരാണ് കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ചതായി ഇതുവരെ വരുന്ന റിപ്പോർട്ടുകൾ. പത്തനംതിട്ടയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ശരണ്യ സ്നേഹജൻ ചേരുകയാണ്. ശരണ്യ, ഇന്ന് മുഴുവൻ പത്തനംതിട്ടയിൽ ഉണ്ടായിരുന്നു. ശരണ്യ, ഈ ജീവൻ നഷ്ടപ്പെട്ടവരുടെ അവരുടെ അത്താണിയായിരുന്ന ആ കുടുംബങ്ങളുമായി സംസാരിച്ചു. അവരുടെ ദുഃഖം വലിയ രീതിയിൽ മനപ്രയാസവും വരുന്നതും മനസ്സുലയ്ക്കുന്നതുമാണ് എന്നുള്ളതിൽ തർക്കമില്ല. എങ്ങനെയാണ്, എപ്പോഴത്തേക്ക് മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുമെന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള സ്ഥിരീകരണങ്ങളൊക്കെ ലഭ്യമായിട്ടുണ്ടോ ശരണ്യ? ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് നൽകാൻ കഴിയുക ഈ നിമിഷത്തിൽ? അപർണ, ഈ ഒരു കുവൈറ്റിലുണ്ടായ ദുരന്തത്തിന്റെ ഏറ്റവും വലിയ ആഘാതം അനുഭവിക്കുന്ന ജില്ലകളിലൊന്നാണ് പത്തനംതിട്ട ജില്ല. പ്രത്യേകിച്ച് ഈ NDPC എന്ന ഈ സ്ഥാപനത്തിന്റെ ഉടമ ഉള്ളത് പത്തനംതിട്ട സ്വദേശിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം സ്വന്തം നാട്ടുകാരായ ഒരുപാട് പേരെ ജോലിക്കായി അവിടെ കുവൈറ്റിൽ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ നിരവധി ആളുകളാണ് പത്തനംതിട്ട ജില്ലയിൽ നിന്നും പോയിട്ടുള്ളത്. എന്തായാലും ഇന്നലെ വൈകിട്ടോടുകൂടി, അതായത് ഇന്നലെ ഒരു 4 മണിയോട് കൂടി അടുപ്പിച്ചാണ് ഈ ഒരു ദുരന്തത്തിന്റെ ഒരു ആഘാതമായി ആദ്യ പേര് പുറത്തേക്ക് വരുന്നത്. അതായത് പത്തനംതിട്ട സ്വദേശി മുരളീധരൻ നായർ, വാഴമുറ്റം സ്വദേശിയാണ് അദ്ദേഹം മരിച്ചു എന്നുള്ള വിവരം ആദ്യം ലഭ്യമാകുന്നു. അതിന് പുറകെ ആകാശ് നായർ എന്ന 31 വയസ്സുകാരൻ മരിച്ചു എന്നുള്ള വിവരം കൂടി ലഭ്യമായി തുടങ്ങുന്നു. അതിന് ഈ രാത്രിയോടുകൂടി ആ മരണത്തിന്റെ എണ്ണം കൂടുകയും
സജു വർഗീസ് എന്ന അട്ടച്ചാക്കൽ സ്വദേശി, അദ്ദേഹം കോന്നി സ്വദേശിയാണ്. സജു വർഗീസിന് കൂടി മരണം സ്ഥിരീകരിക്കുന്നു. 3 പേരുടെ മരണമാണ് ആദ്യഘട്ടത്തിൽ സ്ഥിരീകരിച്ചത്. പിന്നീട് വൈകിട്ടോടുകൂടി ഇന്ന് രാവിലെയോടുകൂടി മറ്റൊരാൾ കൂടി മരിച്ചു എന്നുള്ള സൂചന വരുന്നു. അത് തിരുവല്ല സ്വദേശിയായ തോമസ് സി ഉമ്മൻ മരിച്ചു എന്നുള്ള സൂചന ലഭ്യമാകുന്നു. അവരുടെ വീട്ടിലേക്ക് ഉച്ചയോടുകൂടി അതിന്റെ ഔദ്യോഗിക സ്ഥിരീകരണം വരുന്നു. വൈകിട്ടോടുകൂടി സിബിൻ എന്ന സ്വദേശി, കീഴ്വായ്പൂർ സ്വദേശിയും മരിച്ചു എന്നുള്ള വിവരം ആ കുടുംബത്തിന് ലഭ്യമാകുന്നു. ഈ വീടുകളിലെല്ലാം ഇന്ന് പോകേണ്ടി വന്നു. നമുക്ക് അതീവ ദുഃഖകരമായ ഒരു സാഹചര്യം എന്ന് തന്നെ നമുക്ക് പറയാം. ഓരോ പ്രവാസിക്കും പറയാനുള്ളത് ഓരോ ദുഃഖത്തിന്റെ കഥകളാണ് എന്നുള്ളതാണ്. എല്ലാ കുടുംബങ്ങളുടെയും അത്താണിയായി നിന്ന ഗൃഹനാഥന്മാരാണ് മരണത്തിലേക്ക് പെട്ടെന്നൊരു ദിവസം അവർ പോയത് എന്ന് തന്നെ പറയാം. എല്ലാവരും ദാരുണമായി തന്നെ മരണത്തിന് കീഴടങ്ങേണ്ട ഒരു സാഹചര്യവും വന്നു. അത്തരത്തിൽ ദുഃഖം ഘനീഭവിച്ച അന്തരീക്ഷമായിരുന്നു ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം മുതൽ ഇന്ന് ഈ നിമിഷം വരെയും തുടർ മണിക്കൂറുകളിലും പത്തനംതിട്ട ജില്ല കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓരോ വീടുകൾ ചെല്ലുമ്പോഴും ഓരോ വീടുകൾക്കും പറയാൻ ഓരോ കണ്ണീരിന്റെ കഥകളുണ്ട് എന്നുള്ളതാണ്. തോമസ് സി ഉമ്മന്റെ വീട്ടിലേക്ക് ഞാൻ പോകുമ്പോൾ ഒരു വെള്ളക്കെട്ടിന് നടുവിലൂടെ ഒരു ചെറിയ വഴി, ആ വഴിയിലൂടെ നടന്നു നീങ്ങുമ്പോൾ നമ്മൾ ബൈറ്റ് എടുക്കാനായി ചെല്ലുമ്പോൾ അവിടെ പുറത്തൊരാൾ ഇരിപ്പുണ്ടായിരുന്നു. അതായത് ഉമ്മൻ എന്ന തോമസിന്റെ അച്ഛൻ. അദ്ദേഹം അവിടെ നടന്ന് നിർവികാരനായി നടന്ന് ആ വീടിന്റെ മുന്നിലേക്കുള്ള വഴി കടന്നു വരാൻ ഇച്ചിരി ദുർഘടം പിടിച്ച ഒരു വഴിയാണ്. സൈഡിൽ ഒരു നീർച്ചാലുണ്ട്. തൊട്ടപ്പുറത്തൊരു കണ്ടം പോലെയുള്ള ഒരു പ്രദേശമാണ്. അതിനടുക്കാണ് ഈ ഒരു ചെറിയ വീട് നിൽക്കുന്നത്. അദ്ദേഹം തന്നെ നടന്ന് ഒരു വെട്ടുകത്തി കൊണ്ടുവന്ന് ആ വഴി ഒരുക്കുന്ന കാഴ്ച ഞാൻ അദ്ദേഹത്തോട് ബന്ധുക്കളുടെ ആരുടെയെങ്കിലും ബൈറ്റ് എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ അച്ഛനാണ്, ഞാൻ പറയാമെന്നുള്ളതാണ്. ഒരുപക്ഷെ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഒരു അച്ഛന്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ബന്ധുക്കൾ ആരെങ്കിലും മതി എന്ന് പറയുമ്പോൾ അദ്ദേഹം അവിടെ നിന്ന് പറയും. പലപ്പോഴും അടുത്ത ബന്ധുക്കളുടെ വീട്ടിലുള്ള തോമസിന്റെ ഭാര്യയുടെ പേര് പോലും ഞാൻ ചോദിച്ചിട്ട് അദ്ദേഹത്തിന് പറയാൻ കഴിയാത്ത വിധം അദ്ദേഹം എന്തൊക്കെയോ ഓർത്ത് ആലോചിച്ച് മറന്നുപോയി നിൽക്കുന്ന പോലെ. തീർച്ചയായും ശരണ്യ, എനിക്ക് അത് കൃത്യമായി മനസ്സിലാക്കാം. ആ ഒരു സാഹചര്യത്തിൽ ഏത് തരത്തിൽ കൂടിയായിരിക്കും നമുക്കത് വാർത്ത പോലും റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്ന സാഹചര്യം. ശരണ്യ സ്നേഹജൻ പത്തനംതിട്ടയിൽ നിന്ന് നമുക്ക് വിവരങ്ങൾ വരുമ്പോൾ പ്രൈം ഡിബേറ്റ് പാനലിസ്റ്റുകളിലേക്ക് കടക്കുകയാണ്. ആദ്യം നമുക്ക് ഡോക്ടർ മോഹൻ വർഗീസ്, വിദേശകാര്യ നിരീക്ഷകൻ നമുക്കൊപ്പം ചേരുന്നു. ഒപ്പം കേരള പ്രവാസി ലീഗിന്റെ പ്രസിഡന്റ് ഹനീഫ മുന്നൂർ, കുവൈറ്റ് KMCC ഭാരവാഹി ഷറഫുദ്ദീൻ കണ്ണേത്ത് കുവൈറ്റിൽ നിന്നും ചേരുകയാണ്. ഇവർ മൂന്നിലേക്കും കടക്കുന്നതിന് മുൻപ് ഇപ്പോൾ ഈ NBTCയുടെ കുവൈറ്റിലെ NBTC കമ്പനിയുടെ അസിസ്റ്റന്റ് HR മാനേജർ ജിഷാം നമുക്കൊപ്പം ചേരുകയാണ്. ജിഷാം, നേരത്തെ ഞാൻ വിളിച്ചപ്പോൾ മോർച്ചറിയിലായിരുന്നു ജിഷാം എന്ന് പറഞ്ഞിരുന്നു. എത്ര മൃതദേഹങ്ങളാണ് നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പുകൾ സജ്ജമാക്കിയിരിക്കുന്നത്? എപ്പോഴത്തേക്ക് ഈ ഭൗതികദേഹങ്ങൾ എത്തും എന്ന് തന്നെയാണ് ഉറ്റുനോക്കുന്നത് ഇവിടെയുള്ള ഉറ്റവരും ഉടയവരുമെല്ലാം. അങ്ങനെ എന്ത് സ്ഥിരീകരണമാണ് കുവൈറ്റിൽ നിന്ന് നൽകാൻ കഴിയുക ജിഷാം? ആദ്യമായി കുവൈറ്റിന്റെ ചരിത്രത്തിൽ തന്നെ സംഭവിച്ച ഇത്രയും ദാരുണമായ ഒരു സംഭവം, അതിലുള്ള അങ്ങേയറ്റം ഞങ്ങളുടെ പ്രയാസവും ഞങ്ങളുടെ ദുഃഖവും എല്ലാം ഈ സമയത്ത് ഞങ്ങൾ പ്രകടിപ്പിക്കുകയാണ്. അവരുടെ ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേരുകയാണ്, ഞങ്ങളുടെ സഹപ്രവർത്തകരുടെ ദുഃഖത്തിൽ. നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഔദ്യോഗികമായി 49 സഹപ്രവർത്തകരെയാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അതിൽ 46 പേര് ഇന്ത്യക്കാര്, 3 പേര് ഫിലിപ്പൈൻസിൽ നിന്നുള്ള ആളുകള്. അതിൽ ഇന്ത്യക്കാരിൽ നിന്ന് ഏറ്റവും കൂടുതൽ 23 പേര് കേരളത്തിൽ നിന്നുള്ള ആളുകളാണ്. 7 പേര് തമിഴ്നാട് ഉൾപ്പെടെ ബാക്കിയുള്ള ഏകദേശം 12ഓളം സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 46 ഇന്ത്യക്കാരെ സഹപ്രവർത്തകരെയാണ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അതിന് അങ്ങേയറ്റം ഞങ്ങൾ പ്രയാസം രേഖപ്പെടുത്തുന്നതോടൊപ്പം ഇനി എന്ത് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് NBTC ചിന്തിക്കുന്നത്. ഞങ്ങളുടെ മാനേജ്മെന്റ് ഈ ജീവൻ നഷ്ടപ്പെട്ട ആളുകളുടെ കുടുംബത്തോടൊപ്പം എന്ത് കാര്യത്തിനും ഉണ്ടാവുമെന്നുള്ള ഉറപ്പ് ആദ്യം തന്നെ നൽകിയിട്ടുണ്ട്. ഒരു അടിയന്തര സഹായം എന്ന നിലയിൽ കമ്പനി 8 ലക്ഷം രൂപ മരണപ്പെട്ട എല്ലാ ജീവനക്കാരുടെയും കുടുംബങ്ങൾക്ക് നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതുകൂടാതെ വരുന്ന ആഴ്ചകളിൽ അവരുടെ മുഴുവൻ സെറ്റിൽമെന്റ് തുകകളും കമ്പനിയുടെ ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ആശ്രിതർക്ക് ജോലി നൽകുന്ന കാര്യം, വീടില്ലാത്ത ജീവനക്കാരുണ്ടായിരുന്ന ആ കൂട്ടത്തിലെങ്കിൽ അവർക്ക് എത്രയും പെട്ടെന്ന് വീട് വെച്ച് നൽകുന്ന കാര്യം, ഇത്രയുള്ള എല്ലാ അടിയന്തരമായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുമായിട്ട് NBTC മാനേജ്മെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
അതോടൊപ്പം 25ഓളം ആളുകൾ ഹോസ്പിറ്റലൈസ് ആയിട്ടുണ്ട്. അവരുടെ കാര്യങ്ങളെല്ലാം ഇപ്പോ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനേക്കാൾ ഏറ്റവും പ്രഥമ പരിഗണന കൊടുക്കുന്നത് ഈ 49 ആളുകളെ എത്രയും പെട്ടെന്ന്, ഇന്നലെ പുലർച്ചെ ഉണ്ടായ സംഭവം ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് നമുക്ക് ഈ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. ഇന്ന് തന്നെ അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഇന്ന് 8 മണിയോട് തന്നെ നമ്മൾ എംബാം ചെയ്ത് എയർപോർട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് NBTC മാനേജ്മെന്റും അതോടൊപ്പം തന്നെ ഇന്ത്യൻ എംബസി അധികൃതരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ജിഷാം, ഈ പറഞ്ഞ 23 മലയാളികളുടെ ഭൗതികദേഹങ്ങൾ ഇന്ന് 8 മണിയോടുകൂടി നാട്ടിലേക്ക് അയക്കും, 23 പേരുടെയും. അതെ, ഇന്ത്യൻ എംബസിയുടെ നിർദ്ദേശപ്രകാരം ഇവരെല്ലാം ഒരു എയർ ഫോഴ്സിന്റെ ഫ്ലൈറ്റിൽ ഡൽഹിയിലേക്കും അവിടെ നിന്ന് അതാത് സംസ്ഥാനങ്ങളിലേക്കും കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ആശുപത്രിയിലുള്ള ഗുരുതരാവസ്ഥയിലുള്ളവരുടെയൊക്കെ ഒരു സ്ഥിതി അത് കമ്പനി അന്വേഷിക്കുന്നുണ്ടാവുമല്ലോ, അവരുടെ ഒരു സ്ഥിതി ഏത് തരത്തിലാണ്? ഇപ്പൊ നമ്മുടെ റിപ്പോർട്ട് പ്രകാരം 29 പേരാണ് ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ളത്. ആകെ ഉണ്ടായിരുന്ന ആളുകളിൽ 109 പേര് സേഫാണ്, അവർക്ക് യാതൊരു പ്രയാസവുമില്ല. ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള 31 പേരിൽ ഒരാൾ മാത്രമാണ് അതീവ ഗുരുതരമായിട്ട് വെന്റിലേറ്ററിലുള്ളത്. ഒരു ഫിലിപ്പിനോ എംപ്ലോയി ആണ്. ബാക്കി എല്ലാവരും അപകടനില തരണം ചെയ്തിട്ടുണ്ട്. അതായത് ബാക്കിയുള്ള മലയാളികൾ അടക്കമുള്ളവരുടെ നില സുരക്ഷിതമാണ്. ഇനി മരണസംഖ്യ ഉയരുമെന്നുള്ള ഒരു ആശങ്ക വേണ്ട അല്ലേ? നിലവിലെ സാഹചര്യത്തിൽ ഹോസ്പിറ്റൽ അധികൃതരിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ക്രിട്ടിക്കൽ അല്ലെങ്കിൽ ഒരു കാഷ്വാലിറ്റി ലെവലിലേക്ക് ഇനി പോകാൻ സാധ്യതയില്ല. ഇപ്പോൾ ഈ ആശുപത്രിയിലുള്ളവരുടെ പൂർണ്ണമായിട്ടുള്ള എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ മരണപ്പെട്ട 49 പേരിലും നമ്മൾ മനസ്സിലാക്കിയത് പ്രകാരം 2 ആളുകൾ മാത്രമാണ് അവര് ഈ ബേൺ ഇഞ്ചുറി പൊള്ളലേറ്റ് മരണപ്പെട്ടത്. ബാക്കി 47 പേരും ശ്വാസം മുട്ടിയാണ് മരിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് ശ്രദ്ധയിൽപ്പെടുത്താനുള്ള, പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതുപോലെ NBTC ക്യാമ്പ് മാനദണ്ഡങ്ങൾ പാലിച്ചല്ല പ്രവർത്തിക്കുന്നത് എന്നുള്ള തെറ്റായ ഒരു കാര്യമാണ്. എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് ആവശ്യത്തിലധികം സൗകര്യങ്ങളും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു റൂമിൽ 3 പേരാണ് താമസിക്കുന്നത്. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. അല്ല, പക്ഷേ ജിഷാം, ഇത് ആ കെട്ടിടത്തിൽ താമസിച്ചവരുടെ എണ്ണം 195 എന്ന് പറയുന്നത് അതൊരു വലിയ കണക്കായിരുന്നു. 150-അപ്പുറത്തേക്ക് ആൾക്കാരെ താമസിപ്പിക്കാനുള്ള പെർമിഷൻ ഉണ്ടായിരുന്നില്ല എന്ന തരത്തിലുള്ള ഒരു വാർത്തകളുണ്ടല്ലോ, അത് നിഷേധിക്കുകയാണോ? ഇല്ല, ആ ഒരു ക്യാമ്പിന്റെ അക്കോമഡേഷൻ എന്ന് പറയുന്നത് ഒരു റൂമിൽ 3 പേര് വീതം 72 റൂമുകളാണുള്ളത്. നമുക്ക് മാക്സിമം 216 പേര് വരെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ അവിടുത്തെ സ്ട്രെങ്ത് 196 ആണ്. പിന്നെ ഒരു കാര്യം, ഇവിടുത്തെ ഒഫീഷ്യൽസ് അനൌദ്യോഗികമായിട്ട് പറഞ്ഞത്, പകലായിരുന്നു ഈ ഒരു ദുരന്തമെങ്കിൽ ഇത്രയും ഒരു ദുരന്തം വ്യാപ്തി ഉണ്ടാവുമായിരുന്നില്ല, ഒരാൾക്ക് പോലും ജീവൻ നഷ്ടപ്പെടുമായിരുന്നില്ല. ഈ ആളുകളെല്ലാം പുലർച്ചെ 4 മണിക്ക് നല്ല ഉറക്കത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് ശ്വാസം മുട്ടി അബോധാവസ്ഥയിലേക്ക് പോവുകയും പിന്നീട് മരണം സംഭവിക്കുകയാണ് ചെയ്തത്. ഈ സുരക്ഷാ പരിശോധനകൾ കൃത്യമായിട്ട് നടന്നിട്ടുണ്ടായിരുന്നില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഉണ്ടല്ലോ, അതിനോടുകൂടി ഒന്ന് പ്രതികരിക്കണം ജിഷാം. അതിനോട് എനിക്ക് ഒറ്റ കാര്യം പറയുന്നുള്ളൂ. കഴിഞ്ഞ 4 മാസങ്ങൾക്ക് മുമ്പ് കുവൈത്തിൽ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കുവൈത്ത് സന്ദർശിച്ചപ്പോൾ ഇന്ത്യൻ എംബസിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം സന്ദർശിച്ച ഏക ലേബർ അക്കോമഡേഷൻ എന്ന് പറയുന്നത് NBTC ക്യാമ്പാണ്. കാരണം അത് എല്ലാ മാർഗനിർദ്ദേശങ്ങളും ഗവൺമെന്റ് നിയമങ്ങളും പാലിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് 100% അവർ അന്വേഷിച്ച് ഉറപ്പുവരുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ നിന്നും കുവൈത്തിലേക്ക് വന്ന കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി NBTC ജിഷാം, ഒരു കാര്യം കൂടെ ചോദിച്ചോളൂ ജിഷാം. 8 ലക്ഷം രൂപ അടിയന്തര സഹായമായിട്ട്, അപ്പം ഈ മരിച്ചവരുടെ നാട്ടിൽ പൂർത്തിയാക്കാത്ത വീടുകളടക്കം അത്തരം കാര്യങ്ങളെല്ലാം ഏറ്റെടുക്കുമെന്ന് പറഞ്ഞിരുന്നല്ലോ. അതായത് ഇവരുടെ പൂർത്തിയാക്കാതെ നിൽക്കുന്ന പ്രോജക്റ്റുകളടക്കം, വീടുകളടക്കം അത് കമ്പനി ഏറ്റെടുത്ത് നിർമ്മിച്ചു കൊടുക്കും എന്നുകൂടിയാണോ? തീർച്ചയായും ഈ മരണപ്പെട്ടുപോയ ആളുകളുടെ കൂട്ടത്തിൽ വീടില്ലാത്ത ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും മാനേജ്മെന്റ് ആ രീതിയിലുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അടിയന്തരമായി അവർക്ക് വീട് വെച്ച് നൽകുന്ന സൗകര്യങ്ങൾ ചെയ്യും. അവർക്ക് അർഹതപ്പെട്ട എല്ലാ കാര്യങ്ങളും അവർ ചെയ്യും. റൈറ്റ്, വളരെ നന്ദി ജിഷാം. NBTCയുടെ അസിസ്റ്റന്റ് മാനേജർ തന്നെയാണ് നമ്മളോട് സംസാരിച്ചത്. നമ്മൾ പാനലിസ്റ്റുകൾ കിടക്കുമ്പോൾ ശ്രീ മോഹൻ വർഗീസ്,
കമ്പനി അത് അഷ്വർ ചെയ്യുന്നു എന്നുള്ളത് ഒരു വശത്ത് നിൽക്കുമ്പോൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ദുരന്തം എന്ന് പറയുന്നത് വലിയ ഒരു ആഘാതമായിട്ട് അത് കേരളത്തിന് മുകളിൽ തന്നെ നിൽക്കുകയാണ്. ഒരു പ്രവാസ ലോകത്ത് ഒരുപക്ഷെ ഇത്തരം ഒരു വലിയ ഒരു കലാമിറ്റിയിലൂടെ ഇത്രയധികം മരണസംഖ്യ അഭിമുഖീകരിക്കേണ്ട ഒരു കലാമിറ്റിയുടെ കേരളം കടന്നുപോയിട്ടില്ല ഈ അടുത്ത കാലത്ത്. അങ്ങനെ തന്നെ ഇത് വിലയിരുത്തണ്ടേ? അപർണ, 1990കളുടെ ആദ്യം കുവൈറ്റ് യുദ്ധം, സദ്ദാം ഹുസൈൻ്റെ ടാങ്കുകൾ കുവൈറ്റിലേക്ക് ഇരച്ചെത്തിയ ആ ഒരു സമയത്തിന് ശേഷം ഏറ്റവും അധികം കുവൈറ്റിലെ പ്രവാസി ഇന്ത്യക്കാരുടെ കാര്യം ചർച്ച ചെയ്യപ്പെടുന്ന ഒരുപക്ഷെ ഈ നിമിഷമായിരിക്കണം. ഇവിടെ ഓർക്കൂ, ഇന്ത്യയുടെ ജനസംഖ്യയിലെ 100 പേരിൽ ഒരാൾ പ്രവാസിയാണ്. അപ്പോൾ 1.36 കോടി, അതായത് 1,36,00,000 പ്രവാസികളാണുള്ളത്. അതിൽ 66%, അതായത് 2/3 താമസിക്കുന്നത് കുവൈറ്റ് ഉൾപ്പെടെയുള്ള മധ്യ പൗരസ്ത്യ പ്രദേശത്താണ്. അവിടെ തന്നെ കുവൈറ്റിലെ തന്നെ ഇന്ത്യൻ ജനസംഖ്യ, കുവൈറ്റ് 48 ലക്ഷം പേര് ഉള്ള രാജ്യമാണ്. അതിൽ തന്നെ 10 ലക്ഷം പേരെങ്കിലും, 1 ഇന്ത്യൻ വംശജനാണ്, ഇന്ത്യൻ പ്രവാസിയാണ്. അത് വലിയ നമ്പറാണ്. സൗദി അറേബ്യ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പേരുള്ളത് UAE-യിലായിരിക്കും. അതൊരു 37 ലക്ഷത്തോളം പേരാണ്. 25 ലക്ഷം പേര് സൗദി അറേബ്യയിലുണ്ട്. 10 ലക്ഷം പേരാണ് കുവൈറ്റിൽ. അതിനേക്കാളും കുറവാണ് ഒമാനിലും ഒക്കെയുള്ള നമ്പേഴ്സ്. ഇവിടെ ഈ 10 ലക്ഷം പേര് ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സാണ്, ഇന്ത്യൻ പ്രവാസികൾ മാത്രമാണ്, ഇന്ത്യൻ പൗരന്മാരാണ്. അപ്പം ഇവിടെ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഒരു കണ്ണെത്തേണ്ടതാണ്. അത് മാത്രമല്ല, അതിൽ തന്നെ സിംഹഭാഗവും ഇപ്പോൾ മരണപ്പെട്ട 49 പേരിൽ 45 പേര് ഇന്ത്യക്കാരും അതിൽ തന്നെ 24 പേര് മലയാളികളുമാണ് എന്ന് പറയുമ്പോൾ മലയാളിയുടെ ഒരു വലിയ സ്വപ്ന സാക്ഷാത്കാരമാണ് ഗൾഫ്. അതിൽ തന്നെ മെച്ചപ്പെട്ട വേതനം ലഭിക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് കുവൈറ്റ്. ഒരു കുവൈറ്റ് ദിനാറിൻ്റെ വില എന്ന് പറയുന്നത് ഇന്ന് 272 രൂപയാണ്. അതിനർത്ഥം ഒരു 400ഓളം KD കുവൈറ്റ് ദിനാർ ശമ്പളമായി മാസം ലഭിക്കുന്ന ഒരാളിന് ഇന്ത്യൻ രൂപ അനുസരിച്ച് 1 ലക്ഷത്തോളം രൂപ ശമ്പളമായി മാസ ശമ്പളം ലഭിക്കുകയാണ്. അതിനേക്കാൾ കൂടുതലാണ് പലരുടെയും. ആ ഒരു മെച്ചപ്പെട്ട വരുമാനം തേടി പോകുന്ന ഒരുപാട് തരത്തിലുള്ള ആളുകളുണ്ട്. അതിൽ നല്ല പങ്കും ഇപ്പോൾ ചർച്ച ചെയ്ത പത്തനംതിട്ട ജില്ലയുടെ മധ്യ പൗരസ്ത്യ പ്രദേശത്തു നിന്നാണ്. ഇന്ത്യ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുണ്ട്. ഇവിടെ ലേബർ ക്യാമ്പുകളിലാണ്. അതിലെ താഴെത്തട്ടിലുള്ള ജീവനക്കാർ പലരും വലിയ ഫ്ലാറ്റുകളിലൊന്നും അല്ല താമസിക്കുന്നത്. ഒരുപക്ഷെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ശ്രീ ജിഷാം പറഞ്ഞതുപോലെ 3 പേര് ഒരു റൂമിൽ എന്ന് പറയുമ്പോൾ ആ ഒരു സമുച്ചയത്തിൽ തന്നെ 200ഓളം പേരുടെ വാസസ്ഥലമാണത്. അതിനെക്കുറിച്ച് വാദപ്രതിവാദങ്ങളുണ്ട്. അത് 150 പേരുടെ മാത്രം വാസസ്ഥലമാണ്. അവിടെ എങ്ങനെയാണ് 200 പേര് താമസിക്കുന്നത്? അതൊരു വശത്തെ. പക്ഷേ ഈ കമ്പനിയുടെ ഭാഗത്തു നിന്നിപ്പോൾ സ്ഥിരീകരണം ഉണ്ടാകുന്നു. അവിടെ 216 പേർക്കുള്ള അക്കോമഡേഷൻ സൗകര്യങ്ങളുണ്ട്. നിയമങ്ങളെല്ലാം അനുശാസിക്കുന്നു. പക്ഷേ ഓർക്കൂ, എന്തുകൊണ്ട് ഇത്രയധികം പേർ ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിൽ താമസിക്കാൻ വിധിക്കപ്പെടുന്നു? അപ്പോൾ ആത്യന്തികമായി ഇതുപോലെയുള്ള ദുരന്തങ്ങൾ എന്ന് പറയുന്നത് കണ്ണ് തുറപ്പിക്കേണ്ട സമയങ്ങളാണ്. ആത്മപരിശോധനയ്ക്കുള്ള വേദിയാണ്, സമയമാണ് ഇതുപോലെയുള്ള ദുരന്തങ്ങൾ. അപ്പോഴാണ് യഥാർത്ഥത്തിൽ ഗൾഫ് രാജ്യങ്ങളിലെ പ്രവാസി മലയാളികളുടെ സുരക്ഷയെക്കുറിച്ച് അത് ഗവൺമെന്റുകൾ തമ്മിൽ സംസാരിക്കേണ്ട വിഷയം കൂടിയാണ്. ആഭ്യന്തരമായി കുവൈറ്റ് ഒക്കെ സാധാരണ. പക്ഷേ ശ്രീ മോഹൻ ഹുസൈൻ, ഞാൻ ഇടപെട്ട് ചോദിക്കുന്നത്, ഇപ്പോൾ ദുബായ് അടക്കമുള്ള സ്ഥലങ്ങളിൽ കുറച്ചുകൂടെ കൃത്യമായി മോണിറ്ററിംഗ് ഒക്കെ നടത്തുന്നു, കൂടുതൽ അവയർനെസ് കൊടുക്കുന്നു, പ്രവാസി സംഘടനകൾ കൂടുതൽ സജീവമാകുന്നു. ഇപ്പോൾ കുവൈറ്റ് പോലെയുള്ള ഗൾഫ് മേഖലകളിൽ ഇപ്പോൾ ഈ അപകടം നടന്നത് തന്നെ അത്ര വികസിതമായിട്ടുള്ള ഒരു മേഖലയിലല്ല എന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് വരുന്നത്. കൃത്യമായ മോണിറ്ററിംഗ് നടക്കുന്നുണ്ടോ, അത് ഏത് തരത്തിലാണ് എന്നൊക്കെ പരിശോധിക്കാതെ അങ്ങോട്ട് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത് സമ്മതിക്കേണ്ടതായി വരുന്നു. ഈ മംഗഫ് എന്ന് പറയുന്ന തെക്കൻ കുവൈറ്റിലെ ഒരു മേഖലയിലാണ്, കുവൈറ്റ് സിറ്റിയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു മേഖലയിലാണ് ഈ അപകടം നടന്നിരിക്കുന്നത്. അപ്പം ഇവിടെ 100 കണക്കിന്, അവിടെ മാത്രമല്ല കുവൈറ്റ് ആകമാനം 100 കണക്കിന് ഇതുപോലെയുള്ള ഫ്ലാറ്റ് സമുച്ചയങ്ങളാണ്. അത് ലേബർ ക്യാമ്പുകൾ എന്ന ഓമന പേരിൽ നമ്മൾ വിളിക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഇവിടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ, ഇങ്ങനെയുള്ള പുക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംഭവിച്ചാൽ, തീപിടുത്തം, ഫയർ ആക്സിഡൻറ്റ് സംഭവിച്ചാൽ എങ്ങനെയാണ് എസ്കേപ്പ് റൂട്ട്, അതുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ നഗരവികസന മന്ത്രാലയവും അതുപോലെ സുരക്ഷാ മന്ത്രാലയങ്ങളും എത്രത്തോളം ശുഷ്കാന്തിയോടെ ചെയ്യുന്നു? ഞാൻ മനസ്സിലാക്കുന്നത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, അവിടെയാണ് ഏറ്റവും കൂടുതൽ പ്രവാസി മലയാളികളുള്ളത്. 37 ലക്ഷത്തോളം പേരാണ് അവിടെ താമസിക്കുന്നത്. കുവൈറ്റിൽ 10 ലക്ഷം പേരേ ഉള്ളൂ. അപ്പോൾ അവിടുത്തെ സുരക്ഷാ മാനദണ്ഡങ്ങളിൽ പീരിയോഡിക്
ചെക്കുണ്ട്. എല്ലാ ലേബർ ക്യാമ്പുകളിലും സമയാസമയങ്ങളിൽ സുരക്ഷാ പരിശോധനയും മോക്ക് ഡ്രില്ലും ഒക്കെ നടക്കുന്ന ഇടങ്ങളാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ മോക്ക് ഡ്രില്ലുകൾ, ഇങ്ങനെ ഒരു തീപിടുത്തമുണ്ടായാൽ എന്താണ് എസ്കേപ്പ് റൂട്ട്, അവിടെ എങ്ങനെയാണ് ഒരു നിലയിൽ നിന്നും രക്ഷപ്പെടുത്തുന്നത്. അപ്പോൾ ആളുകൾ താഴേക്ക് ചാടി മരിച്ച ആളുകൾ ഉൾപ്പെടെയുണ്ട്. അപ്പോൾ ഇത് പുകയോർത്ത്, അപ്പോൾ ഇവിടെ പറഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കൂ, 49 മരണങ്ങളിൽ 2 പേരൊഴിച്ച് 47 പേരും ഇവിടെ ഭൂമിയിൽ നിന്ന് പോയത് പുക ശ്വസിച്ചാണ്. അപ്പോൾ ഇവിടെ ചോക്ഡ് ആവുകയാണ്, കത്തിയല്ല പഠിച്ച ചോക്ഡ് ആവുകയാണ്. അപ്പോൾ ഇതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളുണ്ട്. പുക ഔട്ട്ലെറ്റുകൾ ഉണ്ടാവണം, അത് മാത്രമല്ല എസ്കേപ്പ് റൂട്ടുകൾ ഉണ്ടാകണം. പഴയ ബിൽഡിംഗ് ആണെന്നുള്ള റിപ്പോർട്ടുകളും ഉണ്ടല്ലോ. പഴയ ബിൽഡിംഗ് ആണ്. ഇതിനുള്ള ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് മന്ത്രാലയങ്ങളായിരിക്കണം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആഭ്യന്തരമായി അന്വേഷണം നടത്തേണ്ടതുണ്ട്. അപ്പോൾ ഇന്ത്യക്ക് അതിനകത്ത് ഇടപെടുന്നതിന് പരിമിതികളുണ്ട്. വിദേശകാര്യ മന്ത്രാലയം ഉണർന്ന് പ്രവർത്തിക്കുന്നു എന്നാണ് അപർണ ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്നും വേണ്ട, കേരളത്തിൻ്റെ നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് പോലും നേരിട്ട് അവിടെ എത്തി ദുരിതാശ്വാസ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു കാഴ്ചയാണ്. അതുകൊണ്ട് ഇപ്പൊ ഇവിടെ കുറ്റപ്പെടുത്തലുകളുടെ സമയമല്ല. ആ കമ്പനി, അപ്പം NBTC കമ്പനി എന്ന കമ്പനി ആകട്ടെ, ഇത് നടത്തുന്ന കുവൈറ്റ് സർക്കാരിനെ ആകട്ടെ, കുറ്റപ്പെടുത്തലിന്റെ സമയമല്ല, മറിച്ച് ആത്മപരിശോധനയുടെ സമയമാണ്. തീർച്ചയായിട്ടും ശ്രീ മോഹൻ വർഗീസ്, അത് തന്നെ ശ്രീ ഹനീഫ മുന്നൂർ, കുറ്റപ്പെടുത്തലിന്റെ സമയമല്ല, പക്ഷേ കൃത്യമായ രീതിയിൽ ഇതിപ്പോൾ ചർച്ച ചെയ്തില്ലെങ്കിൽ എപ്പോഴാണ് ചോദിക്കുക എന്നൊരു വിഷയം അത് ഓരോ പ്രവാസിയുടെ മനസ്സിലും ഉയരുന്നുണ്ടാകുമല്ലോ. എന്തുകൊണ്ട് പ്രവാസിയായി, മലയാളി എന്തുകൊണ്ട് പ്രവാസിയായി എന്നുള്ള ചോദ്യം നമുക്ക് ചോദിക്കാൻ കഴിയില്ല. പക്ഷേ ഇത്തരം ചില സാഹചര്യങ്ങളിൽ താമസിക്കാൻ നിർബന്ധിതമാകുന്ന ഒരു സാഹചര്യങ്ങളുണ്ട്. അവിടെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്താൻ നമുക്കുള്ള പരിമിതികൾ, അല്ലെങ്കിൽ ആ ഒരു അവയർനെസ് കൊടുക്കാൻ ഏത് തരത്തിലാണ് പ്രവാസ ലോകം ഈ ഒരു വിഷയത്തെ കാണുന്നത്, കാണേണ്ടത്? വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നേരത്തെ ഈ വിഷയത്തിൽ എനിക്ക് മുമ്പ് ചർച്ച ചെയ്യപ്പെട്ട ആളുകളൊക്കെ തന്നെ ഈ അപകടത്തിൻ്റെ കാരണങ്ങളെക്കുറിച്ച് സംസാരിക്കപ്പെടുകയുണ്ടായി. കുവൈത്ത് അടക്കമുള്ള GCC രാജ്യങ്ങളിൽ കെട്ടിട നിർമ്മാണങ്ങളടക്കമുള്ളതിന് സുരക്ഷിതമായ സംവിധാനങ്ങളുണ്ട്. അവിടെയുള്ള കെട്ടിട നിർമ്മാണങ്ങൾക്ക് ആവശ്യമായ തരത്തിൽ സർക്കാർ തലത്തിലുള്ള ആവശ്യമായ പെർമിഷനുകളും പരിധികളും വാങ്ങിയിട്ടാണ് കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത്. ഉദാഹരണമായി സൗദി അറേബ്യയിലെ മക്കയിലൊക്കെ തന്നെ കെട്ടിടം നിർമ്മിക്കണമെങ്കിൽ ആ കെട്ടിടങ്ങൾക്ക് 20 വർഷമാണ് മാക്സിമം കാലാവധി നൽകുന്നത്. 20 വർഷം കഴിഞ്ഞാൽ ബന്ധപ്പെട്ട മുനിസിപ്പാലിറ്റി കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുന്ന രീതിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അത്തരത്തിൽ കർശന നിബന്ധനകളുള്ള കുവൈത്ത് അടക്കമുള്ള GCC രാജ്യങ്ങളിലെ ഇത്തരത്തിലുള്ള കെട്ടിടങ്ങളിൽ 49 പേർ മരിച്ചു വീഴാനുണ്ടായ കാരണം എന്താണ് എന്ന് പരിശോധിക്കപ്പെടേണ്ടത് അത്യാവശ്യമാണ്. എന്തു പറഞ്ഞാലും കെട്ടിടത്തിൻ്റെ സുരക്ഷ മാത്രമല്ല, അതോടൊപ്പം തന്നെ കെട്ടിടത്തിൽ ആവശ്യമായ സൗകര്യങ്ങൾ പോലും ഇല്ല എന്നാണ് പൊതുവെ പറഞ്ഞു വരുന്നത്. മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അവരുടെ നിരീക്ഷണം പറഞ്ഞുവെങ്കിൽ പോലും പൊതുവായി ഒരു കെട്ടിടത്തിൽ തൊഴിലാളികൾ താമസിക്കുന്ന ഒരു കെട്ടിടത്തിൽ അല്ലെങ്കിൽ ലേബർ ക്യാമ്പുകളിൽ താമസിക്കുന്നവർക്ക് ഒരുപക്ഷെ പൊതു അടുക്കള പോലും ഉണ്ടാവാറുണ്ട്. ഇത്തരത്തിൽ പൊതു അടുക്കള പോലും ഈ കെട്ടിടത്തിൽ ഇല്ല എന്നാണ് പൊതുവെ മനസ്സിലാക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് ഒരു പ്രത്യേകമായി ഒരു റൂമുകളിൽ നേരത്തെ പറഞ്ഞതുപോലെ 2, 3, 4 ആളുകളെ താമസിക്കപ്പെടുകയും അവരുടെ ജീവിതത്തിലെ ദൈനംദിന പ്രവർത്തനങ്ങൾ അവർ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തെയാണ് നമ്മൾ കണ്ടത്. ഏതായിരുന്നാലും ഗുണദോഷങ്ങൾ, ദുഃഖങ്ങൾ, അതിൻ്റെ കുറ്റങ്ങളെയും കുറവുകളെയും കണ്ടെത്തേണ്ട നേരമില്ല. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ പ്രവാസികൾ പരന്നു കിടക്കുകയാണ്. വാസ്തവത്തിൽ കേരളത്തിൽ നിന്നടക്കമുള്ള ഇന്ത്യയിലെ 3 കോടിയിലധികം വരുന്ന പ്രവാസികൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുണ്ട്. അവരുടെയൊക്കെ തന്നെ പോകുന്നത് ജീവിക്കാനാണ്. അവരിൽ ഭൂരിഭാഗം വരുന്നവരും സാധാരണക്കാരാണ്. അവരാണ് ഇത്തരത്തിലുള്ള ക്യാമ്പുകളിൽ പെടുന്നത്. UAE-യിലായാലും സൗദിയിലായാലും കുവൈത്തിലായാലും അവിടെയൊക്കെ ഉള്ള ലേബർ ക്യാമ്പുകൾ ജീവിക്കുന്ന ആളുകൾ ജീവിതം ഇവിടെ നാട്ടിൽ പറിച്ചു നട്ടുകൊണ്ട് കഷ്ടപ്പെട്ടതുകൊണ്ട് നാട് കടക്കുന്നവരാണ്. അവരെ സംരക്ഷിക്കപ്പെടുന്ന മാർഗത്തിലുള്ള നിയമങ്ങളും നിബന്ധനകളും സർക്കാരുകളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല എന്ന് ഞാൻ പറയേണ്ടതുണ്ട്. അപകടങ്ങൾ വരുമ്പോൾ ഓടിയെത്തുക സ്വാഭാവികമാണ്, എല്ലായിടത്തുമുണ്ട്. പക്ഷേ അതിനു മുമ്പ്, ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് കാരണങ്ങൾ കണ്ടെത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥയിൽ ഈ കാര്യത്തിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ബന്ധപ്പെട്ട സഹമന്ത്രിയും കേരളത്തിൻ്റെ മന്ത്രിയും ഒക്കെ തന്നെ അവിടെ എത്തിച്ചേരുകയും ഇക്കാര്യത്തിൽ കാതലായ കാര്യങ്ങളിൽ ഇടപെടുകയും ചെയ്തിട്ടില്ല എന്നല്ല ഞാൻ പറഞ്ഞതർത്ഥം. എന്നിരുന്നാലും നമ്മുടെ രാജ്യത്തെ വിദേശ നാടുകളിൽ ഉപജീവന മാർഗം തേടിപ്പോകുന്ന സാധാരണ വരുന്ന തൊഴിലാളികളെക്കുറിച്ചുള്ള സുരക്ഷിതമായ നിയമങ്ങളോ നിബന്ധനകളോ നടപടിക്രമങ്ങളോ നമ്മുടെ നാട്ടിലില്ല. എംബസിയിൽ പോലും അത്തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള സൗകര്യങ്ങളുമില്ല. രാജ്യത്ത് ഉള്ള ആകെയുള്ള കുടിയേറ്റ നിയമം പഴയ കാലത്ത് ബ്രിട്ടീഷുകാരുടേതാണ്. 2019 ഒരു കുടിയേറ്റ നിയമം നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നു. പക്ഷേ അത് നടപ്പിലായില്ല. 2021 വീണ്ടും
അതിൻ്റെ കരട് അവതരിപ്പിക്കപ്പെട്ടെങ്കിലും ഇന്നും അത് കോൾഡ് സ്റ്റോറേജിലാണ്. ഈ പാവപ്പെട്ട അവിദഗ്ധ തൊഴിലാളികൾ, അതോടൊപ്പം തന്നെ ഗാർഹിക തൊഴിലാളികൾ, പിന്നെ ഡ്രൈവർമാർ എന്നടക്കമുള്ള ധാരാളം തൊഴിലാളി സമൂഹത്തെ ഉൾക്കൊള്ളുന്ന ധാരാളം പ്രശ്നങ്ങളുണ്ട്. അവരെ കാണാനും അവരെ കേൾക്കാനും ഭരണകൂടങ്ങൾക്ക് കഴിയുന്നില്ല എന്നൊരു ദുഃഖം. ശ്രീ ഹനീഫ മുന്നൂർ, അപ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ ശ്രീ ഹനീഫ മുന്നൂർ, ഇതിനകത്ത് പരിമിതി ഉണ്ടാകുന്നില്ലേ? ശ്രീ ഹനീഫ മുന്നൂർ, ഇതിനകത്തൊരു പരിമിതികൾ ഉണ്ടാകുന്നില്ലേ? നേരത്തെ ശ്രീ മോഹൻ വർഗീസും പറഞ്ഞത് അതാണ്. കുവൈറ്റ് പോലുള്ള രാജ്യത്തൊക്കെ നമ്മുടെ ഇന്ത്യൻ ഭരണകൂടത്തിന് ഇടപെടാൻ, ഈ കാര്യങ്ങൾ ഉറപ്പുവരുത്താനൊക്കെ ചില പരിമിതികൾ സംഭവിക്കുന്നില്ലേ? ഒരുപക്ഷെ ദുബായിലൊക്കെ കുറച്ചും കൂടെ വ്യത്യാസമായിരിക്കും കാര്യങ്ങൾ. പക്ഷേ അങ്ങോട്ട് കടക്കുമ്പോൾ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട നഗര മേഖലകളിൽ നിന്നൊക്കെ ഉള്ളിലൊക്കെ കടക്കുന്ന ഒരു സ്ഥലങ്ങളിലൊക്കെ അത് എത്രത്തോളം ആ പരിമിതി മറികടക്കാൻ സർക്കാരുകൾക്ക് കഴിയുമെന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ട് ഉയരില്ലേ? തീർച്ചയായും പരിമിതികൾ പല രാജ്യങ്ങളിലുമുണ്ട്. പക്ഷേ ഇവിടെ റിക്രൂട്ട്മെന്റ് മേഖലയിൽ പോലും കൊണ്ടുപോകുന്ന ആ ചൂഷണമാണ് അവിടെ വളരെ പ്രധാനപ്പെട്ടത്. ഈ നാട്ടിൽ നിന്ന് തൊഴിലിന് വേണ്ടി പോകുന്നവർ ഏതെങ്കിലും ഒരു തൊഴിൽ കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അവരുടെ ആ രീതിയിൽ ഇവിടെ റിക്രൂട്ട്മെന്റ് ഏജൻസികൾ പലതരത്തിലുള്ള ചൂഷണങ്ങളാണ് ചെയ്യുന്നത്. ഉദാഹരണം തന്നെ ഈ കെട്ടിട ഉടമ നമ്മുടെ നാട്ടുകാരനാണ്. അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിലേക്ക് ധാരാളം ആളുകളെയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുപോയത്. അത് ഒരു മാനദണ്ഡം അടിസ്ഥാനപ്പെടുത്തിയൊന്നും ആയിരിക്കണം എന്നില്ല. അതുകൊണ്ട് തന്നെ സൂക്ഷ്മമായ സർക്കാർ തലത്തിലുള്ള ആവശ്യമായ പരിരക്ഷയോ സുരക്ഷയോ ആവശ്യമായ സൗകര്യങ്ങളോ ഇവർക്കില്ല എന്ന് തന്നെ പറയണം. അതുകൊണ്ടാണ് ലേബർ ക്യാമ്പുകളിൽ നിന്ന് ഇത്തരത്തിൽ കഷ്ടപ്പെട്ട് അവർ ജീവിച്ചുകൊണ്ടിരുന്നു ദുരിതമനുഭവപ്പെടുന്നത്. അവരെ കാണാനും അവരുടെ കുടുംബത്തെ കാണാനും അവരെ ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കാനുമുള്ള നടപടിക്രമങ്ങൾ ഒന്നുകിൽ ഉഭയകക്ഷി ചർച്ചയിലൂടെ നമ്മളും മറ്റു രാജ്യങ്ങളും തമ്മിൽ നടത്തുകയും ഇത്തരത്തിൽ ദുരിതമനുഭവപ്പെടുന്ന കാലഘട്ടം ഇല്ലാതാക്കാനുള്ള സൗകര്യമുണ്ടാക്കുകയും. തീർച്ചയായിട്ടും അത്തരം ഒരു സന്ദർഭമൊക്കെ ആ ഒരു സമയം തന്നെ അതിക്രമിച്ചിരിക്കുന്നു എന്നതിൽ തർക്കമില്ല. ഇപ്പോൾ കുവൈറ്റ് KMCCയുടെ ഭാരവാഹി ഷറഫുദ്ദീൻ കണ്ണേത്തും നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ഷറഫുദ്ദീൻ കണ്ണേത്ത്, പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം കടന്നു പോകുന്ന പ്രതിസന്ധികൾ, ജീവിക്കാൻ നിർബന്ധിതമാകുന്ന സാഹചര്യങ്ങൾ, ഈ വിഷയങ്ങളൊക്കെ ഇതിപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോൾ ചർച്ച ചെയ്യുമെന്നൊരു ചോദ്യമൊക്കെ ഉയർത്തിക്കൊണ്ടുകൂടിയാണ് പ്രൈം ഡിബേറ്റ്. പക്ഷേ അപ്പോഴേക്കും ഞാൻ ചോദിക്കുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ, ആശുപത്രിയിലുള്ള മലയാളികളുടെയൊക്കെ സ്ഥിതി ഏത് തരത്തിലാണ്? ഗുരുതരാവസ്ഥയിലായിരുന്നവർ, ഗുരുതരമായി പരിക്കേറ്റവർ, ഇവരുടെയൊക്കെ നില ഏത് തരത്തിലാണ്? താങ്കൾക്ക് കൃത്യമായ അപ്ഡേറ്റ് കിട്ടുന്നുണ്ടായിരിക്കുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും. കാരണം വളരെ ദാരുണമായ രംഗങ്ങളാണ്. കാരണം ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് അവിടുന്ന് ഫുൾ ബോഡി ബിൽഡിങ്ങിൽ നിന്ന് എടുത്ത് മാറ്റാൻ സാധിച്ചത്. വളരെ വൈകിട്ടോട് കൂടിയിട്ടാണ് എടുത്ത് മാറ്റിയ ശേഷം അവസാനത്തെ ബോഡി അതിൽ നിന്ന് ആ ബിൽഡിങ്ങിൽ നിന്നും ഇറക്കിയതിന് ശേഷമാണ് ഞങ്ങൾ അവിടെ നിന്നും ഹോസ്പിറ്റലിലേക്ക് പോയത്. വളരെ എല്ലാ ഹോസ്പിറ്റലുകളും വളരെ വല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷെ ഇവിടുത്തെ ഗവൺമെന്റ് അവിടെയൊക്കെ എല്ലാ സ്ഥലങ്ങളിലും നല്ല സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ പോയ സമയത്ത് കമ്മ്യൂണിറ്റിയുടെ പ്രതിനിധിയാണെന്ന നിലക്ക്, കാരണം ഞാൻ KMCCയുടെ മുൻ പ്രസിഡന്റ് എന്ന നിലക്കും പിന്നെ നോർക്കയുടെ മുൻ വെൽഫെയർ ബോർഡ് ഡയറക്ടർ എന്ന നിലക്കും ഒക്കെ അവരുമായിട്ടുള്ള കുറച്ച് ബന്ധങ്ങളുണ്ടായിരുന്നു. അപ്പൊ ആ നിലക്ക് തന്നെ അവരൊക്കെ വളരെ നല്ല പരിഗണന തരികയും ഇപ്പം ഓരോ സ്ഥലങ്ങളിലും പോകുമ്പോൾ, കാരണം ഞങ്ങൾ ആദ്യം പോയത് സന്തോഷ് എന്ന് പറയുന്ന ഒരു സഹോദരൻ, ബോംബെക്കാരൻ. അപ്പൊ അദ്ദേഹം സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് കേബിള് താഴേക്ക് പിടിച്ചുകൊണ്ട് ബ്രീത്ത് കിട്ടാതെ പെട്ടെന്ന് വിൻഡോ വഴി കേബിള് തൂങ്ങി അത് താഴേക്ക് എത്തുന്നില്ല, ഫസ്റ്റ് ഫ്ലോർ വരെ എത്തുന്നുള്ളൂ. പിന്നെ ഒരു രക്ഷയില്ല, അയാൾക്ക് പെട്ടെന്ന് അത് വിട്ട് നിലത്തേക്ക് ചാടുകയും അദ്ദേഹത്തോട് തൊട്ട് പിന്നാലെ ദർജ ലാമ എന്ന് പറയുന്ന ഒരു നേപ്പാളി, അദ്ദേഹം കൂടി അതിലൊന്നിച്ച് രണ്ടുപേരും കൂടി പെട്ടെന്ന് അത് പൊട്ടി താഴെ വീഴുകയുണ്ടായത്. അവിടെ കേബിളിന്റെ സഹായം ഇല്ലെങ്കിൽ ഒരുപക്ഷെ കംപ്ലീറ്റ് ഡാമേജ് ആകുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നതാണ് അവരുടെ സംസാരത്തിന് മനസ്സിലാക്കാൻ പറ്റിയത്. അതേപോലെ പിന്നെ നമ്മുടെ ആലപ്പുഴയുള്ള ബാസ്ലിൻ ലാൽ എന്ന് പറയുന്ന ഒരു സഹോദരന്, അദ്ദേഹം 6th ഫ്ലോറിലായിരുന്നു. അങ്ങനെ അതില് 6th ഫ്ലോറിൽ നിന്നും ഇതിന്റെ തീ കുറച്ച് അണച്ചതിന് ശേഷം ഒരു വിൻഡോയിൽ കുറച്ച് തല വെളിയിലേക്ക് ഇട്ട് ശ്വാസം പിടിച്ചുകൊണ്ട് കുറച്ച് പിടിച്ചു നിന്ന് എങ്ങനെയോ താഴേക്ക് എത്തുകയായിരുന്നു. പക്ഷെ അവർക്കൊക്കെ ശ്വാസത്തിന് പ്രശ്നമുള്ളത് കൊണ്ട് ഓക്സിജൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ റിക്കവറി സ്റ്റേജിലാണെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. അതുപോലെ ജോയൽ റെജി, അത് 2 മണിക്കൂർ ബോധം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിരുന്നു. 2 മണിക്കൂർ ബോധമില്ലാതെ പിടിച്ചു നിന്ന് പിന്നെ ഫയർഫോഴ്സിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ക്രെയിൻ
ക്രെയിൻ ലിഫ്റ്റ് വഴി താഴേക്ക് ഇറക്കിയിട്ടാണ് അവരെ രക്ഷപ്പെടുത്താൻ സാധിച്ചത്. അതുപോലെ ശ്രീനിവാസൻ, ഒരു ആന്ധ്ര സ്വദേശി, അദ്ദേഹവും കേബിള് TV കേബിൾ വഴിയാണ് താഴെ ഇറങ്ങിയത്. ചാടുന്ന സമയത്ത് അദ്ദേഹത്തിന് ചെസ്റ്റ് ബോക്സിലൊക്കെ ഇടിച്ചു, അതിന്റെ ചെറിയൊരു പരിക്കും, അതുപോലെ തന്നെ ചെസ്റ്റിൽ പെയിൻ മാത്രമേ ഉള്ളൂ. എക്സ്റേയിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ ഒരു വലിയ ഭാഗ്യത്തിലാണ് അദ്ദേഹത്തിന്റെ ചെസ്റ്റൊക്കെ രക്ഷപ്പെട്ടത്. പക്ഷെ കാലിന് ഫ്രാക്ചർ കുടുങ്ങിയിട്ട് താഴെ തെറിച്ചു വീണതിന്റെ. അതുപോലെ പത്മനാഭൻ പന്തളം, അനന്തു വിക്രമൻ പന്തളം, അദ്ദേഹം 5th ഫ്ലോറിൽ ഇതുപോലെ പിടിച്ചു നിന്ന വ്യക്തിയാണ്. കാരണം ചില ഭാഗ്യത്തിന് അദ്ദേഹം നിന്ന ഡയറക്ഷനിൽ അദ്ദേഹത്തിന് ഒരു ഭാഗ്യം കൊണ്ട് മാത്രമാണ് അവിടെ തീ വരാതെ അത്രയും സമയം പിടിച്ചു നിൽക്കാൻ സാധിച്ചത്. തൊട്ട് ഓപ്പോസിറ്റുള്ള വ്യക്തിക്ക് അത് തീ പിടിച്ച് ഇട്ടുണ്ട്. അതുപോലെ തന്നെയാണ് സബീർ അമീർ എന്ന് പറയുന്ന സഹോദരൻ, അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളെയാണ് ഇന്നലെ രാത്രി ഇന്ന് രാവിലെ 3:30 വെളുപ്പിന് 3:30 മണിയോട് കൂടിയിട്ടാണ്, ഇന്ത്യൻ സമയം 3:30, കുവൈത്ത് സമയം 1 മണിക്കാണ് ഞങ്ങൾക്ക് ആ ബോഡി മോർച്ചറിയിലുണ്ടെന്ന് ഫിംഗർ എടുത്ത് തിരിച്ചറിയാൻ സാധിച്ചത്. നൂഹ് എന്ന് പറയുന്ന ശ്രീ ഷറഫുദ്ദീൻ കണ്ടത്ത്, നമുക്കൊരു ശ്രീ ഷറഫുദ്ദീൻ കണ്ടത്ത്, ഞാൻ ചോദിക്കുന്നത് ഈ കുറെ പേരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല, DNA പരിശോധന വേണ്ടി വരും എന്നുള്ള ചില റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു ഘട്ടം കഴിഞ്ഞോ? അതായത് എല്ലാവരെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്, ഇനി തിരിച്ചറിയാത്തവരുണ്ടോ? 99.9 തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മീൻസ് ആൾമോസ്റ്റ് ഓൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കാരണം അവരുടെ ഫേസ് വഴി അല്ലെങ്കിൽ ഫിംഗർ വഴി, പ്രിന്റ് വഴി അങ്ങനെ തിരിച്ചറിയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അത് വലിയൊരു ഭാഗ്യമാണ്. കാരണം ഇന്നലെ 49 പറഞ്ഞതിന് ശേഷമാണ് എൻ്റെ ഇത് ശരിയാണെങ്കിൽ, കണക്ക് കൂട്ടൽ ശരിയാണെങ്കിൽ, ഞാൻ രാത്രി വരുമ്പോൾ 2 പേര് വെന്റിലേറ്റർ ഉണ്ടായിരുന്നു. അത് മാത്രമായിരുന്നു നമുക്കൊരു പ്രയാസമുണ്ടായിരുന്നത്. അപ്പോൾ അത് മറ്റ് ഒരു രാജ്യക്കാരായിട്ടുള്ള ഫിലിപ്പിനോകളായിട്ടുള്ള സഹോദരങ്ങളാണ്. അവര് രണ്ടും ഇന്ന് കാലത്തായപ്പോഴേക്ക് മരണപ്പെട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പം അത് ഇന്ത്യക്കാരായിരുന്നില്ല. പക്ഷെ ഇന്ത്യക്കാരായിട്ടുള്ള ഹോസ്പിറ്റലിലെ ആളുകളൊക്കെ ഒരു സർവൈവ് ചെയ്യുന്ന സ്റ്റേജിലാണുള്ളത് എന്നുള്ളൊരു ആശ്വാസം നമുക്ക് ലഭിക്കുന്നുണ്ട് അവിടുന്ന്. കാരണം ഇവിടെ എണ്ണം ഇനിയും മലയാളികളുടെ എണ്ണം ഒരുപക്ഷെ 1-2 അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻ ഉണ്ടാകും. ഓക്കെ, അത് ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യം. ഇത്രയും വലിയൊരു ദുരന്തത്തിനിടയിലും മരണസംഖ്യ ഇനി ഉയരുകയില്ല എന്നുള്ളതൊരു ആശ്വാസകരമായ കാര്യം. അപ്പോഴും ആ വലിയ ദുരന്തം നമ്മളെ പിടിച്ചുലയ്ക്കുന്നത് തന്നെയാണ്. ശ്രീ ഷറഫുദ്ദീൻ കണ്ടത്ത്, ഇനി ഈ പരിക്കേറ്റവരുടെ അടക്കം അവരുടെയൊക്കെ ഒരു സ്ഥിതി ഡിസ്ചാർജ് ചെയ്യുന്ന ഒരു അവസ്ഥയിലൊക്കെയാണോ? അത് ഡിസ്ചാർജ് ചെയ്തു പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടോ മലയാളികൾ? അതെ, 1-2 പേര് ഇപ്പം ഞാൻ നേരത്തെ പറയാം. ഷനീർ മുഹമ്മദ് അലി ഒരു ഡിസ്ചാർജ് ചെയ്തതിൽപ്പെട്ട, രാജേഷ് കുമാർ മുബാറക് കബീർ ഹോസ്പിറ്റലിൽ നിന്ന് 2 പേര് അങ്ങനെ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട്. രാജേഷ് കുമാർ ഡിസ്ചാർജ് ചെയ്തിൽപ്പെട്ടതാണ്. അത് ഷനീർ മുഹമ്മദ് അലി എന്ന് പറയുന്ന ഒരു സഹോദരൻ കൂടി അതുപോലെ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട്. ഞാൻ തിരികെ വരാം. ശ്രീ ഷറഫുദ്ദീൻ കണ്ടത്ത്, ആരോഗ്യമന്ത്രി വീണ ജോർജ് കുവൈറ്റിലെത്തിയിരിക്കുന്നു. കുവൈറ്റിലേക്ക് പോകാനായി എയർപോർട്ടിൽ നിൽക്കുകയാണ്. കുവൈറ്റിലേക്ക് യാത്ര പുറപ്പെടുകയാണ്. അതിന് മുമ്പ് ഏറെ ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവർ ആശുപത്രികളിൽ ചികിത്സയിലാണ്. അപ്പോൾ ഈ മരിച്ചവരുടെ ഡെഡ് ബോഡി നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ നടക്കുകയാണ്. 23 മലയാളികളെയാണ് ഒഫീഷ്യലി എംബസി ഐഡന്റിഫൈ ചെയ്ത് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. 2 പേരുടെ ബോഡി ഐഡന്റിഫിക്കേഷൻ അത് സംശയത്തിലാണുള്ളത്. അതുകൊണ്ട് ഒഫീഷ്യലി എംബസി ഡിക്ലെയർ ചെയ്തിട്ടില്ല. ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ച ലിസ്റ്റിൽ 23 മലയാളികളാണ് ഉള്ളത്. 2 പേർ കൂടി ഉണ്ട് എന്നുള്ളത് സംശയിക്കപ്പെടുന്നുണ്ട്. ഔദ്യോഗിക സ്ഥിരീകരണം വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ തന്നെ കേന്ദ്ര സർക്കാരിനുമായി ആശയവിനിമയം നടത്തിയിരുന്നു. ഇന്ന് ഈ മരിച്ച മലയാളികളുടെ മൃതദേഹങ്ങൾ കേരളത്തിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യണമെന്നുള്ളതും ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ ഇപ്പോൾ അവിടെ നടപടിക്രമങ്ങൾ ഏതാണ്ട് പൂർത്തിയായിക്കൊണ്ട് മൃതദേഹങ്ങൾ പെട്ടികളിലേക്ക് മാറ്റുന്ന പ്രവർത്തനമാണ് നടക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള നടപടികൾ, അത് ഏറ്റവും അവസാനം ബോഡി എംബാം ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങളും അത് പൂർത്തിയാക്കി. നമ്മുടെ ആളുകൾ അവിടെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അറിയുന്നത്
ഏതാണ്ട് 22 പേരുടെ മൃതദേഹങ്ങൾ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. പക്ഷെ ഒരാളുടെ കൂടി കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ളത് നോക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടി കൊണ്ടുവരാൻ കഴിഞ്ഞാൽ ഇപ്പോൾ ഐഡന്റിഫൈ ചെയ്ത 23 പേരുടെയും മൃതദേഹങ്ങൾ ഇന്ന് തന്നെ കൊണ്ടുവരാനായിട്ട് കഴിയും. ഇപ്പോൾ കൊച്ചിയിൽ, കാരണം ഏറ്റവും അധികം ആളുകൾ മരിച്ചത് കേരളത്തിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് കൊച്ചിയിൽ ആ മൃതദേഹങ്ങൾ എത്തിക്കണമെന്നുള്ളതാണ് കേരളം ആവശ്യപ്പെട്ടിരുന്നത്. അപ്പോൾ കൊച്ചിയിലേക്ക് ആ മൃതദേഹങ്ങൾ എത്തിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട CM നിർദ്ദേശം കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ നോർക്ക ഇവിടെ ആംബുലൻസുകളും ക്രമീകരിച്ചിട്ടുണ്ട്. 25 ആംബുലൻസും ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ എത്ര ഡെഡ് ബോഡീസാണ് വരുന്നത് എന്നതനുസരിച്ച് അതിനനുസരിച്ച് അതാതിടങ്ങളിലേക്ക് ആ മൃതദേഹങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് വിദേശത്ത് പോയി ജോലി ചെയ്യുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള അതീവ വിഷമകരമായിട്ടുള്ള ഈ ഒരു സംഭവത്തിൽ അവരുടെ കുടുംബങ്ങൾ മിക്കവാറും നാട്ടിലായിരിക്കും. അവർക്ക് പോകാൻ കഴിയില്ല. അത് മാത്രമല്ല 4 പേർ ICUവിൽ ചികിത്സയിലുണ്ട് മലയാളികൾ എന്നുള്ളതാണ് കണക്കാക്കപ്പെടുന്നത്. 30-ലധികം പേർ 3-4 ആശുപത്രികളിലായിട്ട് ചികിത്സ തേടുന്നുണ്ട്. ചില ആളുകൾ പ്രാഥമിക ചികിത്സ തേടി അവർ ആശുപത്രികൾ വിട്ടിട്ടുമുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ നേരിൽ പോയി കാണുന്നതിനും അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശിച്ച് മന്ത്രിസഭ തീരുമാനിച്ചുകൊണ്ട് സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഞാൻ പോകുന്നു. ഇപ്പോൾ അവിടെ മൃതദേഹങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ പെട്ടികളിലേക്ക് മാറ്റുന്ന, ഞാൻ ഏറ്റവും അവസാനം അവരോട് സംസാരിച്ചിട്ട് വന്നതുകൊണ്ടാണ് അത് പറയുന്നത്. അപ്പോൾ അത് നടക്കുകയാണ്. അത് ഉടനെ തന്നെ പൂർത്തിയാക്കുമെന്നുള്ളതാണ് അവർ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ അവിടെ നിന്ന് വിമാനം പുറപ്പെടും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അതിൽ വ്യോമസേനയുടെ അല്ലെങ്കിൽ ചാർട്ടേഡ് ഫ്ലൈറ്റോ എന്നുള്ളതാണ്. ഏതായാലും ഇവിടേക്ക് എത്തിക്കുമെന്നുള്ളതാണ് ഏതാണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 90% ഇവിടേക്ക് എത്തിക്കുമെന്നുള്ളതാണ്. ഇവിടെയുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ സർക്കാർ ചെയ്തിട്ടുണ്ട്. ആരോഗ്യമന്ത്രി വീണ ജോർജ് കുവൈറ്റിലേക്ക് പുറപ്പെടുന്നു. 23 മലയാളികളെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. 1-2 പേർ കൂടെ ഉണ്ട് എന്നുള്ളൊരാശങ്ക കൂടി ബാക്കി നിൽക്കുക. ഏതായാലും മൃതദേഹങ്ങൾ എംബാം ചെയ്ത് നാട്ടിലേക്ക് എത്തിക്കാനുള്ള, കൊച്ചിയിലേക്ക് തന്നെ എത്തിക്കാനുള്ള സജ്ജീകരണങ്ങളിലേക്ക് കടക്കുകയാണ് സർക്കാരുകൾ എന്ന് പറയുന്നു. ശ്രീ മോഹൻ വർഗീസ്, 22 മലയാളികൾ, 22 എംബാം ചെയ്ത മൃതദേഹങ്ങളാണ് നാളെ ഒറ്റയടിക്ക് കേരളത്തിലേക്ക് വരുന്നത്. എന്തൊരു ആലോചിക്കുമ്പോൾ പോലും നടുങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇരിക്കുന്നത്. അപ്പോഴും നമ്മൾ ചർച്ച ചെയ്യേണ്ടത്, നേരത്തെ ശ്രീ ഹനീഫ മുനീർ പറഞ്ഞ റിക്രൂട്ട്മെൻറ്റ് മേഖലയിലൊക്കെ നടക്കുന്ന ചൂഷണങ്ങളുണ്ട്. ഈ പലർക്കും പോകേണ്ടതായിട്ട് വരുമ്പോൾ, ചില സാഹചര്യങ്ങളിൽ നിൽക്കാൻ നിർബന്ധിതരായിട്ട് വരുമ്പോൾ, ഇതൊരു ചെറിയ വിഷയമല്ല. ആ കാഴ്ചയൊന്ന് ഓർത്തു നോക്കൂ. അത്രയും പേരാണ് ജീവനറ്റ്, എത്ര വലിയ പ്രതീക്ഷകളിൽ പോയവർ ജീവനറ്റ് നാട്ടിലേക്ക് തിരിച്ചു വരിക എന്ന് പറയുമ്പോൾ. അപർണ, എന്തെല്ലാം പ്രതീക്ഷകളാണ് വിദേശത്തേക്ക് പോകുമ്പോൾ ഒരു മലയാളിക്ക് ഉണ്ടാവുക. അതായത് ഇവിടെ നമ്മുടെ നാട്ടിൽ ആവശ്യത്തിന് അഭ്യസ്തവിദ്യരായ തൊഴിൽ രഹിതർക്ക് തൊഴിൽ നൽകാനുള്ള സംവിധാനം, ഘടനാപരമായ സംവിധാനം ഒരുക്കുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരാജയപ്പെടുമ്പോഴാണ് സ്വാഭാവികമായി മെച്ചപ്പെട്ട മേച്ചൽപ്പുറങ്ങൾ തേടി വിദേശത്തേക്ക് പോകുന്നത്. ഇങ്ങനെ പോകുന്നവർ പലപ്പോഴും സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉണ്ടോ എന്നൊന്നും ചെക്ക് ചെയ്യാൻ മെനക്കെടാറില്ല. അവർ വലിയ തുക മുടക്കിയാണ് വിസ സംഘടിപ്പിക്കുന്നതും തൊഴിൽ പെർമിറ്റ് എടുക്കുന്നതും വിദേശത്ത് പോകുന്നതും. അപ്പോൾ ഇവിടെ റിക്രൂട്ട്മെൻറ്റ് ഏജൻസി, ഇവിടെ കഥലായ വിഷയം റിക്രൂട്ട്മെൻറ്റ് ഏജൻസികൾ നടത്തുന്ന ചില ചൂഷണങ്ങൾ, ചില മറച്ചുവെക്കലുകൾ. അതിൻ്റെ പ്രധാന ഉദാഹരണം ഈ അടുത്ത സമയത്ത് വന്ന ഉദാഹരണങ്ങളാണ്. വിദേശത്ത് ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഉൾപ്പെടെ മെർസനറീസായി, കൂലിപ്പട്ടാളമായി പോലും നമ്മുടെ ജോലിക്കാണ് എന്ന്, സുരക്ഷാ ജീവനക്കാരാണ് എന്ന വ്യാജേന കൊണ്ടുപോയി യുദ്ധരംഗത്തേക്ക് വിടുന്ന മലയാളികളുടെ കഥ പോലെ നമ്മൾ കേട്ടു. മാത്രമല്ല ഇപ്പോൾ ഇസ്രയേലിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രയേൽ പാലസ്തീൻ യുദ്ധം നടക്കുകയാണല്ലോ. ഇപ്പോൾ ഗസയ്ക്ക് വേണ്ടിയുള്ള യുദ്ധം നടക്കുന്നു. അപ്പം അവിടേക്ക് ഇസ്രയേലിലേക്ക് ഇപ്പോൾ 42,000 പേരുടെ ആവശ്യമാണ് ഇപ്പോൾ ഉള്ളത്. യുദ്ധം വന്നപ്പോൾ 100,000-ഓളം പലസ്തീൻ തൊഴിലാളികൾ സ്വദേശത്തേക്ക് മടങ്ങിപ്പോകേണ്ട ആവശ്യം വന്നു. അപ്പോൾ ഇസ്രയേലിൽ വളരെ വലിയ തൊഴിൽ ശൂന്യതയുണ്ട്.
ആ ഒരു ഗ്യാപ്പ്, ആ ഒരു വാക്യൂം നികത്താനായി കേരളത്തിൽ നിന്ന് ഉൾപ്പെടെ വലിയ തോതിൽ യുദ്ധമുണ്ട് എന്ന് പറയുമ്പോഴും അവിടേക്ക് പോലും പോകാൻ സന്നദ്ധരായി മലയാളികൾ നിൽക്കുകയാണ്. അപ്പം ഇത് കണ്ണ് തുറപ്പിക്കേണ്ട ഒരു കാര്യമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു റോളാണ് പ്രവാസികൾ നടത്തുന്നത്. നോക്കൂ, $123 ബില്യൺ ഓരോ വർഷവും. 2023 കണക്ക് ഇപ്പോൾ ഔട്ടാണ്. അതിനനുസരിച്ച് $123 ബില്യൺ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്. ഇതൊക്കെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ, പ്രത്യേകിച്ച് മറ്റു വരുമാനങ്ങൾ അധികമായി ഇല്ലാത്ത കേരളത്തിൻ്റെ ഉൾപ്പെടെ സമ്പദ് വ്യവസ്ഥയെ നിലനിർത്തുന്നത് പ്രവാസികൾ കൂടി അയച്ചു തരുന്ന പണമാണെന്നുള്ള യാഥാർത്ഥ്യമാണ്. ഇവിടുത്തെ ഒരു വിതരണ പ്രക്രിയ നടക്കണമെങ്കിൽ നമ്മുടെ ആഭ്യന്തര വരുമാനം കൊണ്ട് മാത്രം നടക്കില്ല. അപ്പം ഇത് രാജ്യത്തിന് മൊത്തമായും പ്രത്യേകിച്ച് കേരള സംസ്ഥാനത്തിന് പ്രത്യേകമായും നേട്ടമുണ്ടാക്കുന്ന ഈ പ്രവാസി മലയാളികൾ, അവരുടെ അധ്വാനം, അപ്പോൾ അവരെ നേരായ രീതിയിലാണോ ചിട്ടയായ രീതിയിലാണോ അവരവിടെ വിന്യസിക്കപ്പെടുന്നത് എന്ന് പരിശോധിക്കാൻ ഇവിടെയും സംവിധാനങ്ങൾ ഉണ്ടാകണം. റിക്രൂട്ടിംഗ് ഏജൻസികളുടെ പ്രവർത്തനം ഇവിടെയും മോണിറ്റർ ചെയ്യപ്പെടണം. അവിടെയാണ് കാര്യമായ ശ്രദ്ധ പുലർത്തുന്നത്. ഇവിടെ സുരക്ഷാ കാര്യങ്ങളൊക്കെ ആ ഗവൺമെൻറ്റുകളുടെ കാര്യമാണ്. തീർച്ചയായും ആ പെർമിറ്റ് കൊടുക്കുന്നതും സുരക്ഷാ ചെക്ക് നടത്തുന്നതുമെല്ലാം കുവൈറ്റിൽ ഇപ്പോൾ നടന്ന അപകടം, അവിടെ കുവൈറ്റി സർക്കാരിൻ്റെ, അപ്പോൾ നമുക്ക് വിദേശകാര്യ മന്ത്രാലയം കൂടുതൽ ആവശ്യപ്പെടാം. കാരണം അവരുടെ വർക്ക് ഫോഴ്സിൻ്റെ 1/3 ഇന്ത്യക്കാരാണ്. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും നമ്മുടെ ഗവൺമെൻറ്റിന് ആവശ്യപ്പെടാം. അത് മാത്രമല്ല, ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു സോഫ്റ്റ് പവർ ഡിപ്ലോമസിയുടെ, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ, പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുടെ സോഫ്റ്റ് പവർ ഡിപ്ലോമസിയുടെ വളരെ വലിയ സാധ്യതയാണ് ഈ ഗവൺമെൻറ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. എവിടെ പോകുമ്പോഴും നരേന്ദ്രമോദി ഏത് രാജ്യത്ത് പോയാലും ആദ്യം കാണുന്നത് പ്രവാസികളെയാണ്. അതുകൊണ്ട് പ്രവാസികളെ കണ്ടതിന് ശേഷമാണ്, അത് ന്യൂയോർക്കിലാണെങ്കിലും ശരി, മോസ്കോയിലാണെങ്കിലും ശരി, അത് ലണ്ടൻ സിറ്റിയിലാണെങ്കിലും ശരി, പ്രവാസികളെ കണ്ടതിന് ശേഷം അവരോട് സംബന്ധിച്ചതിന് ശേഷമാണ് ആ രാജ്യത്തിൻ്റെ തലവനെ, നേതാക്കന്മാരെയോ കാണുന്നത്. അത് കുറേ കാലമായിട്ടുള്ള ശീലമാണ്. അത്രയും പ്രാധാന്യം ഔപചാരികമായി, പ്രതീകാത്മകമായി പ്രവാസികൾക്ക് കൊടുക്കുമ്പോൾ അവരുടെ സുരക്ഷ, അവരുടെ ഒരു സന്തോഷം, ഇതെല്ലാം കൂടി ഇത് നടത്തിയെടുക്കാനുള്ള ഒരു ചുമതല അത് നയതന്ത്ര നീക്കത്തിലൂടെ ചെയ്യണം. അത് ചെയ്യുന്നില്ല എന്ന വിമർശനം എനിക്കില്ല. പക്ഷേ കൂടുതൽ കാര്യക്ഷമമായി ഗവൺമെൻറ് ടു ഗവൺമെൻറ് കോൺടാക്ട് പ്രവാസി ക്ഷേമത്തിന് വേണ്ടി ഉറപ്പാക്കാനുള്ള ചിന്തകൾക്ക് വേണ്ടി കൂടി നമ്മൾ കുറച്ച് സമയം ചെലവഴിക്കണമെന്നാണ് അപർണ എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ശ്രീ ഹനീഫ മുനീർ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, അത് ഈ സംസാരിക്കുന്ന ഈ സന്ദർഭം തന്നെയാണ് അതിന് ഏറ്റവും അനുയോജ്യം എന്ന് കരുതുന്നു. ലോക കേരള സഭ മാറ്റിവെക്കണമെന്നൊരു ഒരു വാദമൊക്കെ ഉയരുന്ന ഒരു സാഹചര്യത്തിലാണ് സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു സഭ ചേരുമ്പോൾ ഇത്തവണയെങ്കിലും കൂടുതൽ ഉന്നയിക്കപ്പെടേണ്ടത് ഇങ്ങനെയുള്ള അടിത്തട്ടിലുള്ള അടിസ്ഥാന ജോലിക്കാരായിട്ടുള്ളവരുടെ വിഷയങ്ങൾ, ലേബർ ക്യാമ്പുകളിലെ സുരക്ഷയടക്കമുള്ള കാര്യങ്ങൾ എത്രത്തോളം ഇടപെടലുകൾ നടത്താൻ കഴിയുമെന്നുള്ളൊരു വിഷയമൊക്കെ ഉണ്ട്. അത് ശക്തമായി ഉന്നയിക്കാൻ പ്രവാസി ലീഗ് അടക്കമുള്ള പ്രവാസ സംഘടനകൾക്ക് കൃത്യമായി കഴിയുന്നുണ്ടോ? ഈ കഴിഞ്ഞ സമയങ്ങളിലെല്ലാം ഇതെല്ലാവരും സ്വയം വിമർശനം നടത്തേണ്ട ഒരു സമയമായിട്ടൊക്കെ എടുക്കാവുന്നതാണ് വേണമെങ്കിൽ. ഇപ്പോൾ ഈ വിഷയത്തിലെ ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ഷറഫുദ്ദീൻ കണ്ടെത്തി, ഞാൻ താങ്കളിലേക്ക് വരാം. ഞാനൊന്ന് ഹനീഫ മുന്നൂറിനോടാണ് ചോദിച്ചത്. ഞാൻ താങ്കളിലേക്ക് വരാം ഷറഫുദ്ദീൻ, ദയവായി തുടരുക. ശ്രീ ഹനീഫ മുന്നൂർ, ഈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ചും ലോക കേരള സഭയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമായി ഇത് മാറിയിട്ടുണ്ട്. ലോക കേരള സഭയുടെ ഷെഡ്യൂളുകളിൽ സ്വാഭാവികമായി ഇത്തരത്തിലുള്ള താഴേക്കിടയിലുള്ള ആളുകളെക്കുറിച്ചുള്ള ചർച്ചകളെക്കുറിച്ചുള്ള വിഷയങ്ങളില്ല. അതോടൊപ്പം തന്നെ തിരിച്ചു വരുന്ന ആളുകളെക്കുറിച്ചുള്ള ചർച്ചകളും പരിമിതമായി തന്നെ നിൽക്കുകയാണ്. വിദേശ നാടുകളിൽ പോയി ചെയ്യുന്ന ആളുകളുടെ എംബസി പ്രശ്നമോ അവരുടെ മറ്റു തൊഴിൽ പ്രശ്നമോ ഒക്കെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ഈ വരുന്ന ഇത്തരത്തിലുള്ള തിരിച്ചു വന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ സാധാരണക്കാരായി ഉപജീവന മാർഗത്തിന് തേടിപ്പോയിട്ടുള്ള ആളുകളുടെ ജീവിതത്തെക്കുറിച്ചോ അവരുടെ നിലനിൽപ്പിനെക്കുറിച്ചോ അവരുടെ ആവശ്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളാണ് ലോക കേരള സഭയിൽ ഉയർന്നു വരേണ്ടത്. അത് നിർബന്ധമായും ഈ സഭയിലും ചർച്ചയിൽ ഉൾപ്പെടുത്തും. ഞങ്ങൾ കഴിഞ്ഞ തവണയും അത് അവതരിപ്പിച്ചിട്ടുണ്ട്. പൂർണ്ണമായി നടപ്പിലാക്കിയിട്ടില്ലെങ്കിൽ പോലും ഈ തവണയും ഈ സാധാരണ പ്രവാസികളുടെ വിഷയങ്ങളായിരിക്കും ലോകസഭ ചർച്ച ചെയ്യേണ്ടത്. ഇതിനുവേണ്ടി പ്രത്യേകം ഒരു സമയം തന്നെ വിനിയോഗിക്കണം ഈ പ്രത്യേക സാഹചര്യത്തിലെന്നാണ് പ്രവാസി ലീഗിന് നിർദ്ദേശിക്കപ്പെടാനുള്ളത്. അതോടൊപ്പം തന്നെ ഇതിൽ ദുരിതം അനുഭവപ്പെട്ട, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്, ഈ എംബസി റിക്രൂട്ട്മെന്റ് വിഭാഗത്തെക്കുറിച്ച്. ഇപ്പോൾ പുതിയ തരത്തിലൊരു ചൂഷണം കൂടി നടന്നു വരുന്നുണ്ട്. ഈ വിദ്യാർത്ഥികളെ വിദേശത്തേക്ക് റിക്രൂട്ട് ചെയ്യുന്നത് ഒരു വലിയ തൊഴിലായി മാറുന്നുണ്ട്.
പഠന ആവശ്യം പറയുകയും അവിടെ തൊഴിലും സൗകര്യങ്ങളും അതോടൊപ്പം തന്നെ പഠനവും നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ധാരാളം ആളുകൾ അനധികൃതമായി റിക്രൂട്ട് ചെയ്തുകൊണ്ട് വിദേശ രാജ്യങ്ങളിലേക്ക് കുട്ടികളെ കൊണ്ടുപോകുന്നത്. ഒന്ന്, അവരുടെ ഭാവിയെ കുറിച്ച് പ്രശ്നവും, രണ്ട്, മറ്റു തരത്തിലുള്ള ദുരന്തങ്ങൾക്കുള്ള വഴിയുണ്ടാക്കാനും അത് കാരണമാകുമെന്ന് പ്രവാസി ലീഗ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഈ വിദേശ നാടുകളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളായാലും ആരെയായാലും അവരെക്കുറിച്ചുള്ള പൂർണ്ണമായ ഒരു ബയോഡാറ്റ വിവരം സർക്കാരുകളുടെ കയ്യിൽ ഉണ്ടാകണം. ഇതുവരെ സർക്കാരിൻ്റെ കയ്യിൽ ഒന്നും തന്നെ ഇല്ല. വിദേശത്ത് പോയ ആളുകൾ അവർ ടിക്കറ്റ് എടുത്ത് വിസ എടുത്ത് പോകുന്നു എന്നല്ലാതെ അവരവിടുന്ന് തിരിച്ചു വരുന്നു എന്നല്ലാതെ മറ്റൊരു വിവരവും സർക്കാരിനടുത്തൊരു കണക്കോ എണ്ണമോ വിവരമോ ഇല്ല. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഗഹനമായ തീരുമാനങ്ങളും ചിന്തകളും തീർച്ചയായിട്ടും ഹനീഫ മുനീർ, അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഒരു ദുരന്തം ഉണ്ടായതിനു ശേഷം, അതെ തീർച്ചയായിട്ടും അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു ദുരന്തം ഉണ്ടായതിനു ശേഷമല്ല ആ കണക്കുകൾ ഉണ്ടാക്കിയെടുക്കാൻ നടക്കേണ്ടത്. അതൊക്കെ കണ്ണു തുറക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണ്. താങ്കളിലേക്ക് തിരികെ എത്താം. ശ്രീ ഷറഫുദ്ദീൻ കണ്ടത്ത് നേരത്തെ പറഞ്ഞു വരികയായിരുന്നു, ഇത് വളരെ ഈ ഒരു ക്രൈസിസിലേക്ക് എത്തുമ്പോൾ എങ്ങനെ ഇതുണ്ടായി, ഈ വിഷയത്തിലേക്ക് എങ്ങനെ സാധാരണക്കാരായിട്ടുള്ള മലയാളികൾ എങ്ങനെ ആ ഒരു പ്രവാസ സാഹചര്യം തിരഞ്ഞെടുക്കേണ്ടി വന്നു എന്നതടക്കമുള്ള വിഷയങ്ങളുണ്ട്. റിക്രൂട്ട്മെന്റ് മേഖലയിൽ അടക്കം നടക്കുന്ന ചൂഷണങ്ങളൊക്കെയാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. അവിടെ നിന്ന് പ്രവാസി സംഘടനകൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു അവയർനെസ്സിന് പോലും ഒരു പരിമിതിയുണ്ട്. അപ്പോൾ നമ്മുടെ സർക്കാരുകൾക്ക് കൂടുതൽ ശക്തമായി ഉയർന്ന് പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യം, അതിൻ്റെയൊക്കെ ഒരു വീഴ്ച ഇതിൽ പ്രതിഫലിക്കുന്നുണ്ട്, അങ്ങനെ കരുതുന്നു നിങ്ങളും? എന്നോടാണോ? അതെ. ഇവിടെ ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ ഗ്രൗണ്ട് ഫ്ലോർ അടച്ചിടാൻ പാടില്ല എന്നുള്ള എല്ലാ ബിൽഡിങ്ങുകൾക്കും ഒരു നിയമം കുവൈത്ത് മുനിസിപ്പാലിറ്റി ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതുപോലെ അത് നടപ്പിലാക്കിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒരുപാട് ആളുകൾക്ക് പെട്ടെന്ന് പുറത്തേക്ക് വരാനും അതുപോലെ അതിന്റെ സ്മോക്ക് സ്പ്രെഡ് ആകാനും അവസരം ഉണ്ടാവുമായിരുന്നു. കാരണം ഇത് താഴെ നിന്ന് നേരെ മേലോട്ട് വന്ന് ആ ഒരു പ്രശ്നത്തിലാണ് ശരിക്കും കൂടുതൽ ഇത്രയും വളരെ രൂക്ഷമാകാൻ കാരണം. ഇനി മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഞാൻ ഒരുപക്ഷെ നിങ്ങൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് പറയാനുള്ള പ്രത്യേക കാര്യം, സാധാരണ ഇത്തരം ഒരു കലാമിറ്റി ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ആക്സിഡന്റൽ ഡെത്ത് അല്ലെങ്കിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനിലുള്ള മരണം ഉണ്ടാകുമ്പോൾ കുവൈറ്റിലെ പുതിയൊരു നിയമമുണ്ട്, ബ്ലഡ് മണി എന്നുള്ള ഒരു കൊടുക്കുക എന്നുള്ള. അതായത് ഇത്തരം ആക്സിഡന്റുകൾക്ക് സാധാരണ ഒരു ബ്ലഡ് മണി എന്ന് പറഞ്ഞാൽ മിനിമം 10,000 KD ആണ്, വിച്ച് ഈസ് ഈക്വലന്റ് ടു 27 lakhs, 27 ലക്ഷം രൂപ വരെ. എനിക്ക് തോന്നുന്നത് അവരുടെ കമ്പനി ഇപ്പോൾ ഒരു 8 lakhs പ്രഖ്യാപിച്ചത് താൽക്കാലിക ആശ്വാസം എന്ന നിലക്കാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ അവർക്ക് ഒരു അറൌണ്ട് 30 lakhs ആണ് സാധാരണ ഇത്തരം ബ്ലഡ് മണിക്ക് ആയിട്ട് കിട്ടേണ്ടത് അറൌണ്ട്. അപ്പൊ അത് അവര് എനിക്ക് തോന്നുന്ന റീതിങ്ക് ചെയ്യുന്നതാണ്. കാരണം പല കുടുംബങ്ങളും നോക്കുമ്പോൾ സാധാരണ ഏറ്റവും ലോ ലെവലില് ഒരു ഫിഷർമാൻ ആണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം മരിച്ചത്, ഒരു ഫിഷ് മാർക്കറ്റിൽ ജോലി ചെയ്യുന്ന ആളാണ്. അവർക്കൊക്കെ വളരെ തുച്ഛമായ സാലറി ലഭിക്കുന്നതും ആ കുടുംബത്തിന്റെ ഒരു ഏക ആശ്രയമാണ് ആ ഒരു വ്യക്തി. ഞാൻ അറിയുന്ന പല അതുപോലെ നേരത്തെ പറഞ്ഞ സിബിൻ എന്ന് പറയുന്ന സഹോദരൻ ഉണ്ട്. അത് ഞാൻ നേരിട്ട് അവരെ കണ്ടു. അതിന്റെ അവരുടെ കുടുംബങ്ങള്, അവരുടെ സിസ്റ്റർ, അളിയനൊക്കെ അവിടെ ഹോസ്പിറ്റലിൽ മോർച്ചറിയിൽ ഉണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ ഒരു ജീവിതത്തിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ ജീവിത ഉപാധി അദ്ദേഹം മാത്രമായിരുന്നു. അപ്പൊ അവരുടെ കുടുംബങ്ങൾക്ക് ജീവിതകാലം കഴിയാനുള്ള ഒരു ആശ്വാസമെങ്കിലും ഈ സമയത്ത് ഉണ്ടാക്കേണ്ടതുണ്ട്. കാരണം നേരത്തെ പലരും പറഞ്ഞു, ചൂഷണം ചെയ്തതുപോലെ എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ കുറെ കൂടി ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ അവരുടെ തൊഴിലാളികളുടെ അടിസ്ഥാന സൗകര്യങ്ങളും മറ്റുമൊക്കെ ഒന്നുകൂടി വിലയിരുത്തേണ്ടതുണ്ട് ഈ സമയത്ത്. കാരണം നമ്മൾ ഒരു കലാമിറ്റി വരാൻ കാത്തിരിക്കാതെ തന്നെ, പ്രത്യേകിച്ച് പ്രവാസികൾ എന്ന് പറയുമ്പോൾ എല്ലാവരും കരുതുന്നത് ഇവിടെ വിദേശത്ത് അത്യാവശ്യം നല്ല ഡ്രസ്സിലും മറ്റും നാട്ടിൽ വരുമ്പോൾ പണക്കാരാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ ആളുകൾക്കുണ്ട്. ഇവിടെ വരുന്ന ഒരു 80% ആളുകളും ബിലോ ആവറേജ് സാലറി ഉള്ളവരാണ്. 80 to 90%, ഒരു 5 to 10% മാത്രമേ അത്യാവശ്യം വരുമാനമുള്ളവര് ഈ ഗൾഫ് മേഖലയിൽ ജോലി ചെയ്യുന്നത്. മറ്റുള്ളതൊക്കെ ദൈനംദിന ആവശ്യങ്ങൾക്ക് കഴിഞ്ഞ് വളരെ തുച്ഛമായ പണം മാത്രം ബാക്കി വെക്കുകയും അതും കൊണ്ട് നാട്ടിലേക്ക് പോയി തിരിച്ചു വരുമ്പോൾ കടവും വാങ്ങി ഇങ്ങോട്ട് തിരിച്ചു വരികയും വീണ്ടും ഈ റൊട്ടേഷൻ ആവർത്തിക്കുന്ന രീതിയിലുള്ള ആളുകളാണ് ഈ പ്രവാസികളായിട്ടുള്ള ആളുകൾ. ഇതിലിപ്പോ
യെസ്, തീർച്ചയായിട്ടും ശ്രീ ഷർഫുദ്ദീൻ ഖാൻ, താങ്കൾ പറഞ്ഞു നിർത്തിയ ആ ഒരു പോയിന്റ്, ഈ ബ്ലഡ് മണി ഒരു 30 ലക്ഷം രൂപയെങ്കിലും ഈ മരണപ്പെട്ടവരുടെ കുടുംബത്തിന് ഉറപ്പാക്കേണ്ട ഒരു ബാധ്യത കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ശ്രീ മോഹൻ വർഗീസ്, 8 ലക്ഷം രൂപയാണ് അടിയന്തര സഹായമായിട്ട് നൽകുമെന്ന് പറയുന്നത്. നമ്മളും പ്രതീക്ഷിക്കുന്നത് ആ 8 ലക്ഷത്തിൽ ഒതുങ്ങുകയില്ല, ജീവന്റെ വിലയാണ്. അവിടുത്തെ നിയമം അനുസരിച്ച് ഈ തുക 30 ലക്ഷം മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്കെല്ലാം ഉറപ്പുവരുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നല്ലോ. അതിൽ നമ്മുടെ സർക്കാരുകൾക്ക് കൂടുതൽ ഇടപെട്ടുകൊണ്ട് ആ കാര്യം ഉറപ്പുവരുത്താനുള്ള നടപടിയിലേക്ക് കടക്കാൻ കഴിയും അല്ലേ? ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത് അതുകൂടിയല്ലേ? ജീവന്റെ വില എന്ന് പറയുന്നത് നിർണ്ണയിക്കാൻ ആവാത്ത ഒന്നാണ്. കാരണം ജീവന് വിലയിടാൻ പറ്റില്ല. പക്ഷേ ഇവിടെ അറബി ഇസ്ലാമിക ലോകത്തെ ഒരു പൊതു രീതി എന്ന് പറയുന്നത് ബ്ലഡ് മണി ആണ്. ഒരാൾ മരണപ്പെട്ടാൽ അതിന് കാരണമാകുന്ന ഒരു കമ്പനി അല്ലെങ്കിൽ ആ ഒരു പ്രക്രിയ, അതുമായി ബന്ധപ്പെട്ട ആളുകൾ അതിനുള്ള നഷ്ടപരിഹാരം. അപ്പോൾ അവിടെയാണ് ഈ പറയുന്ന ഒരു 30 ലക്ഷത്തോളം രൂപ, ഇന്ത്യൻ രൂപയുടെ കണക്കിൽ 30 ലക്ഷത്തോളം ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ആ കുടുംബം മുന്നോട്ട് പോകണം. ആ കുടുംബത്തിൻ്റെ സ്വപ്നമാണ്, പ്രതീക്ഷയാണ് അകാലത്തിൽ പൊലിയുന്നത്. അപ്പം ആ പണം എത്താനുള്ള സംവിധാനം ഉണ്ടാകണം. അതോടൊപ്പം തന്നെ നാട്ടിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെയുള്ള കുടുംബങ്ങളുടെ ഈ അവർ സെറ്റിൽഡ് ആയിരിക്കില്ല. കാരണം അവരൊരു പോയതിനു ശേഷം ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ആ ഒരു മെയിൻ ഏർണിംഗ് മെമ്പറുടെ മരണം സംഭവിക്കുമ്പോൾ ആ കുടുംബം അനാഥമാകുന്നൊരു കാഴ്ചയാണ്. അപ്പോൾ അതിനുള്ള പുനരധിവാസ പാക്കേജുകൾ ഉണ്ടാകണം. അതൊന്ന്. ഈ അപകടമല്ല എങ്കിൽ തന്നെ തിരിച്ചെത്തുന്ന പ്രവാസികൾ അവരായ കാലത്തെ കഠിനമായി ജോലി ചെയ്ത് വിദേശ നാണ്യം നാട്ടിലേക്ക് അയച്ചു തന്ന് അവർ ജീവിക്കുകയാണ്. അപ്പം നമ്മുടെ ഒരു തൊഴിലില്ലായ്മ പരിഹരിക്കുന്നത് അങ്ങനെയാണ്. നമ്മളൊന്നും ചെയ്യുന്നത് കൊണ്ടല്ല. നമുക്ക് വേണമെങ്കിൽ പറയാം, ഇവിടെ നല്ല എഡ്യൂക്കേഷൻ നമ്മൾ കൊടുക്കുന്നു, അങ്ങനെ ഹ്യൂമൻ റിസോഴ്സസിനെ നമ്മൾ പരുവപ്പെടുത്തുന്നു, എന്നിട്ട് അത് എക്സ്പോർട്ട് ചെയ്യുന്നു, അതിൽ നിന്ന് ഇൻകം കിട്ടുന്നു എന്നൊക്കെ സാങ്കേതികമായി പറയാമെങ്കിൽ പോലും നമുക്കൊരു ധാർമ്മികമായ ചുമതലയുണ്ട്. നമുക്ക് വേണ്ടി, ഇന്ത്യക്ക് വേണ്ടി അല്ലെങ്കിൽ കേരളത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് വിദേശത്തുനിന്നും പണം എത്തിക്കുന്ന ആളുകൾ തിരിച്ചെത്തുമ്പോൾ, ഈ ഗൾഫ് പ്രവാസികൾ തിരിച്ചെത്തുമ്പോൾ അവരുടെ പുനരധിവാസം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് ഗൾഫിൻ്റെ ഒരു പ്രത്യേകതയാണ്. കാരണം ഇത് അമേരിക്കയിലേക്കോ ന്യൂസിലൻഡിലേക്കോ ഓസ്ട്രേലിയയിലേക്കോ കാനഡയിലേക്കോ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കോ പോകുന്നവർക്ക് ഇത് ബാധകമല്ല. മിക്കവാറും അവരെല്ലാവരും തന്നെ അവിടെ ഒരു 90% ആളുകൾ അവിടെ തന്നെ പൗരത്വം എടുത്ത് ആ പൗരന്മാരായി മാറുകയാണ്. അതുകൊണ്ട് അവർ പ്രവാസികൾ എന്നുള്ള സ്റ്റേറ്റസ് മാറി അവർ അമേരിക്കൻ ബ്രിട്ടീഷ് പൗരന്മാരായി മാറുകയാണ്. പക്ഷേ ഗൾഫ് രാജ്യങ്ങളിൽ അങ്ങനെയല്ല. മധ്യപൗരസ്ത്യ പ്രദേശത്തെ അവിടെ പൗരത്വം കൊടുക്കില്ല. അവർ തിരിച്ചു വരണം. നമ്മുടെ പാസ്പോർട്ട് ഹോൾഡേഴ്സാണ്, നമ്മുടെ പൗരന്മാരാണ്, വോട്ടർമാരാണ്. അവരുടെ ക്ഷേമം എന്ന് പറയുന്നത് ഇവിടുത്തെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ചുമതല കൂടിയാണ്. അതുകൊണ്ട് അതേക്കുറിച്ചൊക്കെയുള്ള തീരുമാനങ്ങളും ചില ഉറപ്പുകളും ഇതിനൊക്കെയാണ് ലോക കേരള സഭ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ശ്രീ ഹനീഫ് മുന്നൂർ, ആ സമയപരിമിതി കൊണ്ടാണ് ശ്രീ ഹനീഫ് മുന്നൂർ ആ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഷർഫുദ്ദീൻ പറഞ്ഞ ആ വളരെ പ്രധാനപ്പെട്ട ആ ഒരു കാര്യം, ആ ബ്ലഡ് മണി ഉറപ്പാക്കുന്ന വിഷയത്തിനകത്ത് നമ്മുടെ സർക്കാരുകൾക്ക് കൃത്യമായ ഇടപെടൽ നടത്താൻ കഴിയും. അതിന് സമ്മർദ്ദം ചെലുത്തുക, അത് ഉറപ്പാക്കുക, അതുകൂടിയാകണം ലോക കേരള സഭയുടെ ലക്ഷ്യം. അങ്ങനെ നിങ്ങൾ കാണുമല്ലോ അല്ലേ? അങ്ങനെയാണല്ലോ പ്രതീക്ഷിക്കേണ്ടത്. തീർച്ചയായും ഈ കുടുംബങ്ങളെ മുഴുവനും നമ്മൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അവർക്ക് ബ്ലഡ് മണി കിട്ടണം. അതിനുവേണ്ടിയുള്ള ഏത് പ്രവർത്തനമാണോ സർക്കാർ നടത്തേണ്ടത് അത് സർക്കാർ നടത്തുകയും ചെയ്യണം. ആ ശ്രമം സർക്കാർ മാത്രമല്ല, മറ്റു തരത്തിലുള്ള പ്രവാസി സംഘടനകളും സമൂഹവും ഒന്നിച്ചേറ്റെടുക്കേണ്ടതുണ്ട്. കേരളത്തിലെ മുഴുവൻ ആളുകളും അത് നേടിക്കൊടുക്കുന്നതിന് കുവൈത്തിൻ്റെ ബന്ധപ്പെട്ട ഉടമയിനോടോ ബന്ധപ്പെട്ടോ നേടിയെടുക്കേണ്ടതുണ്ട്. അതോടൊപ്പം എനിക്ക് പറയാനുള്ളത്, സർക്കാരുകൾ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള സഹായധനങ്ങളും വളരെ പരിമിതമാണ്. ഒരു ആനയുടെ ആക്രമണം ഉണ്ടായപ്പോൾ പോലും മരണപ്പെട്ടവർക്ക് 10 ലക്ഷം വരെ പ്രാഥമികമായി കൊടുത്ത സാഹചര്യം ഉള്ളപ്പോൾ വിദേശ നാടുകൾ ഉപജീവനമാർഗ്ഗം തേടിപ്പോവുകയും ദുരന്തത്തിൽ മരണപ്പെട്ടവർക്ക് കൊടുക്കുന്നത് സംസ്ഥാന സർക്കാർ 5 ലക്ഷമാണ് പ്രഖ്യാപിക്കപ്പെട്ടത്. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ 2 ലക്ഷം കൊടുക്കുന്നു എന്ന് പറയുന്നതും കേട്ടു. ഏതായിരുന്നാലും പ്രവാസികൾ എന്ന നിലക്ക് അവരുടെ ഇത്തരത്തിലുള്ള ഒരു അവഗണന കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും മറ്റും ഉണ്ടാകുന്നത് നീതീകരിക്കാനാവുന്നില്ല. ഒരു 25 ലക്ഷം രൂപയെങ്കിലും ഈ കുടുംബങ്ങൾക്ക് സർക്കാർ തലത്തിലുള്ള ഒരു സഹായം, ആശ്വാസ സഹായമെങ്കിലും നൽകാൻ സർക്കാർ തയ്യാറാകണം. അവരുടെ കുടുംബങ്ങൾ ആശ്രിതർ എന്ന് പറയപ്പെടുന്നത് അവിടെ പോയി ജോലി ചെയ്യാൻ കഴിയാവുന്നവർ ഭൂരിഭാഗമുണ്ട് എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അമ്മയും കുട്ടികളും ചെറിയ മക്കളുമൊക്കെ ഉള്ള കുടുംബങ്ങൾ, അച്ഛനും ഒക്കെയാണ്. നാട്ടിൽ അവരെ സുരക്ഷിതമായി സംരക്ഷണം നൽകുന്നതിന് വേണ്ടിയുള്ള, നാട്ടിൽ അവർക്ക് തൊഴിൽ സംരംഭം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുമെങ്കിൽ ആശ്രിതർക്ക് തൊഴിൽ നൽകാനുള്ള സംവിധാനവും തീർച്ചയായിട്ടും കടബാധിതരാണ്. ആ കടബാധിതരെ കൂടി താങ്കൾ പറഞ്ഞു വരുന്നത് കടബാധിതരാണ് ഭൂരിഭാഗവും.
അവരുടെ കടങ്ങൾ എഴുതിത്തള്ളാനുള്ള നടപടികൾ കൂടി സർക്കാരുകൾ സ്വീകരിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. അങ്ങനെയുള്ള കാരുണ്യപരമായിട്ടുള്ള സമീപനം കൂടുതൽ ഉത്തരവാദിത്വത്തോടുകൂടി സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം എന്ന് തന്നെയാണ് പറയുന്നത്. നമുക്കറിയാം ഇനിയുള്ള മണിക്കൂറുകൾ നമ്മൾ കടന്നു പോകാൻ പോകുന്നത് പ്രതീക്ഷയോടെ കടൽ കടന്നവരുടെ ചേതനയേറ്റ ശരീരങ്ങൾ തിരിച്ചു വരുന്ന ഒരു കാഴ്ചയിലേക്കാണ്. അത്താണികൾ ഇല്ലാതായ അവരുടെ കുടുംബങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നഷ്ടപരിഹാരം ഉറപ്പുവരുത്താനുള്ള നടപടികളിലേക്ക് കടക്കാൻ നമ്മുടെ ഭരണകൂടങ്ങൾ വളരെ പെട്ടെന്ന് തയ്യാറാകണം എന്ന് ആ ഒരു പ്രതീക്ഷയാണ് കേരളത്തിനുള്ളത് എന്നുകൂടി പറഞ്ഞുകൊണ്ടുകൂടിയാണ് പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നത്. വളരെയധികം നന്ദി ഡോക്ടർ മോഹൻ വർഗീസ്, ഹനീഫ മുന്നൂർ, ഒപ്പം കുവൈറ്റിൽ നിന്ന് നമുക്കൊപ്പം ചേർന്ന ശ്രീ ഷറഫുദ്ദീൻ കണ്ണേത്ത്. പൂർണ്ണമാകുന്നു പ്രൈം ഡിബേറ്റ്. നമസ്കാരം.